ഇവിടെ talks and discussion only about business and business success. Okay, നമുക്ക് നോക്കാം എന്താണ് മാസ്റ്റർ മൈൻഡ്. മാസ്റ്റർ മൈൻഡ് സെഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് ഈ മാസ്റ്റർ മൈൻഡ് എന്ന് നോക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് എല്ലാവർക്കും ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ത്രെഡ്സ് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും. വീക്ക്നെസ് എല്ലാവർക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. $1 million ബിസിനസ് വിത്ത് $1 billion ഹെഡേക്ക്. ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല, $1 million ബിസിനസ് വിത്ത് $1 trillion ഹാപ്പിനെസ്. ചാലഞ്ചുകളാണ് നമുക്ക്. എന്തൊക്കെ ചാലഞ്ചസുകളാണ് എന്റെ ബിസിനസ്സിലുള്ളത്? 9, സോൾവ് സെവറൽ പ്രോബ്ലംസ് ഇൻ ബിസിനസ്. ഇതേപോലെ നമ്മുടെ മൈൻഡിനും ഇടക്കിടക്ക് റീചാർജ് ആവശ്യമുണ്ടോ ഇല്ലയോ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ, ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. ഉണ്ടെന്ന് പറയുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. വെരി ഗുഡ്. അടുത്ത വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഐ സ്റ്റിൽ പ്ലേസ് immeasurable value on being coached myself. Okay, very good. ഹാപ്പി ലെവലിൽ എത്തുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അല്ലാണ്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ട് വരുന്നത്. ഒരാളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ കണക്ടിങ് വിത്ത് 250 പീപ്പിൾ ടുഗദർ. ഒരുമിച്ച് 250 കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ബിസിനസ് സ്റ്റോക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് സർവീസുകളാണ്. കംപ്ലീറ്റ് കോൺട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിലാണ് നമ്മൾ പോകുന്നത്. ആ ഒരു രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോ ഓൾറെഡി വരുന്ന എൻക്വയറീസ് ഒക്കെ ക്ലോസിംഗ് ആണ്. എൻക്വയറിക്ക് വന്ന ആള് അഡ്മിഷൻ ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര മാറ്റം സത്യത്തിൽ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് കേട്ടത് വി എന്ന് ടൈപ്പ് ചെയ്യും. വൈബ്രേഷൻ എന്നുള്ളത് വി ടൈപ്പ് ചെയ്യും. ലോ ഓഫ് വൈബ്രേഷൻ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഓൾറെഡി വന്നവര് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് പേരും അതുപോലെ തന്നെ അവരുടെ സ്ഥലവും ടൈപ്പ് ചെയ്യാം. പേരും സ്ഥലവും കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യാം. പരസ്പരം വീണ്ടും ഒന്നും കൂടി പരിചയപ്പെടലാവാൻ. ഓക്കെ, എല്ലാവരും അവരുടെ പേരും ഓക്കെ എല്ലാവരും ടൈപ്പ് ചെയ്യാം. യസ്മൻ ഓഫ് കുറ്റിയാടി, അശോക് ഉണ്ട്, ഷാജാൻ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഒരാൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ആദ്യം പരിചയപ്പെടലാണ്. ഓക്കെ, വെരി ഗുഡ്. ഓരോരാളും വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഓരോരാൾ പാർട്ടിസിപ്പേറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഓർമ്മില്ല, പാർട്ടിസിപ്പേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് ഓർക്കുക. നമ്മൾ കോഡ് ഓഫ് ഓണർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരാൾ എന്ത് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ളവർ എത്തട്ടെ. 39 പേര് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 60 പേരെയാണ് നമ്മൾ ഈ സെഷൻ വേണ്ടി ബുക്ക് ചെയ്തത്. ബാക്കിയുള്ളവർ കൂടെ എത്തട്ടെ. ഓക്കെ ഓക്കെ. ആൻഡ് ബൈ ദ ബൈ ടൈപ്പ് ചെയ്യുന്നതിന്റെ ഇടയിൽ കഴിഞ്ഞ കോച്ചിങ് സെഷനിൽ ഇരിക്കാൻ പറ്റാത്തവർ, ഇത്തവണ ആദ്യമായിട്ട് ഈ ഓൺലൈൻ സെഷനിൽ ആദ്യമായിട്ട് വരുന്നവർ FT എന്ന് ടൈപ്പ് ചെയ്യുക. FT എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ടൈം ഓൺലൈനിൽ ആദ്യമായിട്ട്. ഇത് മാസ്റ്റർ മൈൻഡ് ആണ്, കോച്ചിങ് സെഷൻ അല്ല. എന്നാൽ കൂടി ഇത്തരത്തിലുള്ള സെഷൻ നിങ്ങൾക്ക് ആദ്യമായിട്ട് എത്തിയവർ, കഴിഞ്ഞ കോച്ചിങ്ങിൽ പങ്കെടുത്തിട്ടില്ലാത്തവർ FT എന്ന് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് FT, ദാറ്റ്സ് ഓൾ. FT ആരാണ് വന്നത്? അഹമ്മദ് PN FT ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഫസൽ റഹ്മാൻ ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, വെരി ഗുഡ്. മോസ്റ്റ് വെൽക്കം എവരിബഡി. ഫസ്റ്റ് ടൈമേഴ്സിന് മോസ്റ്റ് വെൽക്കം. ഓക്കെ, അഷ്റഫ് ബ്രില്യൻറ്റ് ഫസ്റ്റ് ടൈം. ഓക്കെ, മോസ്റ്റ് വെൽക്കം അഷ്റഫ് ബ്രില്യൻറ്റ്. ഓക്കെ, മുസ്തഫ ഗുരുക്കൾ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ കഴിഞ്ഞ കോച്ചിങ് സെഷൻ ഉണ്ടായിട്ടില്ല അല്ലേ? മുസ്തഫ ഗുരുക്കൾ ഉണ്ടായിരുന്നില്ല. ഓക്കെ ഓക്കെ, മോസ്റ്റ് വെൽക്കം. എല്ലാവരും ശ്രദ്ധിക്കുക, ക്യാമറ ഓൺ ആക്കിയിട്ടിരിക്കുക. കാരണം നിങ്ങളെ നോക്കിക്കൊണ്ട് സംസാരിക്കുന്ന ഫീല് കിട്ടുമ്പോഴാണ് എനിക്ക് എനർജി ഉണ്ടാവുക. എനിക്ക് എനർജി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്കത് സിനർജി ആയിട്ട്, ഓരോരാളുടെ എനർജിയും സിനർജി ആയിട്ട് മാറണമെങ്കിൽ ആദ്യം എങ്ങനെ എനർജി വരുന്നു, പിന്നെ അത് ബ്ലാസ്റ്റ് ചെയ്തിട്ട് സിനർജി ആയി മാറും. ഇതാണ് നമ്മുടെ ഒരു അല്ലെ, എവറിങ് ഈസ് എനർജി. ഓർക്കുന്നില്ലേ? എവറിങ് ഈസ് എനർജി, എനർജി ഈസ് എവറിങ്. പലപ്പോഴും നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ അത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം? ക്യാമറ ഓൺ ആക്കി വെക്കുക. ഓക്കെ, മസ്റ്റ് ആണ്, നിർബന്ധമാണ്. ഓക്കെ, കുറച്ച് പേരും കൂടി വന്നോട്ടെ. നമുക്ക് പതിയെ അങ്ങനെ ആരംഭിക്കാം. ഓക്കെ, ഇപ്പോൾ 39 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എന്ത് പറയുന്നു? സ്റ്റാർട്ട് ചെയ്തേക്കാം. നല്ലല്ലേ? മാസ്റ്റർ മൈൻഡ് സെഷൻ
ഫസ്റ്റ് സെഷനാണ് ഇവിടെ മാസ്റ്റർ മൈൻഡിന്റെ. ഇതിൽ പതി സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ അജണ്ട, ഇന്നത്തെ മാസ്റ്റർ മൈൻഡ് സെഷന്റെ അജണ്ട ഏതൊക്കെ രീതിയിലാണ് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടലാണ്. പരിചയപ്പെടുന്ന സെഷൻ ചെറിയ രീതിയിൽ കഴിഞ്ഞ ലേറ്റ് കമേഴ്സ് ആ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇരിക്കുന്ന അവരുണ്ട്, അവരും പരിചയപ്പെട്ടു. FT ഒക്കെ പരിചയപ്പെട്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ചില നിബന്ധനകൾ, ഈ ഒരു സെഷനിലൂടെ ഓൺലൈൻ സെഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകൾ പറഞ്ഞിരുന്നു. അത് നമ്മളെ കോഴ്സിൽ കാലിക്കറ്റിൽ വെച്ച് നടന്ന നമ്മുടെ ഗ്രോത്ത് മാസ്റ്ററി കോഴ്സിൽ പറഞ്ഞൊരു കാര്യം ചെയ്യുന്നത് ന്യൂറോളജിക്കൽ ലെവൽ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർ കൂടി ജസ്റ്റ് ഒരു ആവർത്തനാണ്. ന്യൂറോളജിക്കൽ ലെവൽ പറഞ്ഞിരുന്നു. അതിൽ എൻവയോൺമെന്റ്, ഒരു പ്രത്യേക എൻവയോൺമെന്റിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അതാണ് ഓൺലൈൻ എൻവയോൺമെന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ ഓൺലൈൻ എൻവയോൺമെന്റിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില ബിഹേവിയറുകൾ, പെരുമാറ്റങ്ങൾ, അതാണ് എന്താണ് കോഡ് ഓഫ് ഹോണർ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അത് നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രപഞ്ചം മൊത്തം കറങ്ങുന്നത്, എല്ലാം ചലിക്കുന്നത് കൃത്യമായ നിയതമായ ഫിക്സഡ് റൂളിലാണ്, ലോയിലാണ്. അപ്പോൾ എല്ലാ രംഗത്തും ലോ നിർബന്ധമാണ്. നമുക്കറിയാം ബിസിനസ്സിൽ കോസ് ആൻഡ് എഫക്ട്, ഒരു കോസ് ഉണ്ടാകുമ്പോഴാണ് അതിന് എഫക്ട് ഉണ്ടാകുന്നത്. അപ്പൊ കോസ് ആൻഡ് എഫക്ട് എന്നുള്ളത് എന്താണ്? അതൊരു നിയമമാണ്. അപ്പൊ നിയമങ്ങൾ പാലിക്കുക, കോഡ് ഓഫ് ഓണർ പാലിക്കുക എന്നുള്ളത് എല്ലാ എൻവയോൺമെന്റിലും, വീട് ഒരു എൻവയോൺമെന്റ് ആണ്. അവിടെ തീർച്ചയായിട്ടും ചില കോഡ് ഓഫ് ഓണർ വേണം. നമ്മുടെ തറവാട് ഒരു കോഡ് ഓഫ് ഓണർ ഉണ്ട്. നമ്മുടെ ബിസിനസ് സ്ഥാപനം ഒരു കോഡ് ഓഫ് ഓണർ വേണം. കാരണം അതൊരു എൻവയോൺമെന്റ് ആണ്. നമ്മളൊരു വിമാനയാത്ര ചെയ്യണം, ഇറ്റ്സ് എൻവയോൺമെന്റ്, അതൊരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ അവിടെ എന്താണ് ചില നിബന്ധനകളുടെ റൂൾ ഉണ്ട് അല്ലെ. ഇന്ന രീതിയിൽ പെരുമാറാവൂ, ഇന്ന രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളില്ലേ. ഇതേപോലെ ഒരു കല്യാണ വീട്ടിൽ പോയിരിക്കുകയാണ്, അതൊരു എൻവയോൺമെന്റ് ആണ്. അപ്പൊ അവിടെ ചേട്ടൻ ബിഹേവിയർ ആവശ്യമാണ്. അതുപോലെ തന്നെ മരണ വീട്, അപ്പൊ ഇവിടെ പോയിരുന്നാലും സർട്ടൻ കോഡ് ഓഫ് ഓണർ നിർബന്ധമാണ്. അപ്പൊ കോഡ് ഓഫ് ഓണർ കഴിഞ്ഞ തവണ ഇല്ലാത്തവർ പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് നമുക്കുള്ളത്. ആൻഡ് തേർഡ് വൺ ഈസ്, ഇന്നത്തെ നമ്മുടെ സെഷന്റെ പേരെന്താണ്? ക്യാൻ എനിബഡി ടൈപ്പ്? എന്ത് സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ? പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. പാർട്ടിസിപ്പേഷൻ ആണ്, 100% പാർട്ടിസിപ്പേഷൻ ആണ് നമ്മുടെ പ്രത്യേകത. കാരണം കാലിക്കറ്റ് വെച്ചിട്ട്, ഹോട്ടലിൽ വെച്ചിട്ട്, നമ്മുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് എങ്ങനെയാണോ ക്ലാസ് നടക്കുന്നത് അതേ അന്തരീക്ഷത്തിൽ ക്ലാസ് വരുത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനെന്ത് ചെയ്യാം, നിങ്ങൾ ഓൺലൈൻ ആണെങ്കിൽ കൂടി ഓൺലൈൻ ഫീൽ ഇല്ലാതിരിക്കാൻ, ഫിസിക്കൽ ക്ലാസിന്റെ അതേ ഫീൽ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് എവരിബഡി പാർട്ടിസിപ്പേറ്റ് in this course 100%. Okay, are you ready? Are you ready? 100% ready? Come on, thumbs up. If you're ready, thumbs up. 100%. Okay. Okay, very good. നിങ്ങൾ പറയും ഏത് സെഷനിലേക്ക്, ഏത് ക്ലാസ്സിലേക്കാണ് ഇവിടെ വന്നിരിക്കണം പറയും. എന്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ പേര്? എന്തിനാണ് നിങ്ങൾ വന്നത്? ടൈപ്പ് ഇൻ ദ ചാറ്റ് ബോക്സ്. ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. Come on. Everybody type in the chat box. എന്താണ്? യെസ്, FT-കാർ വേണ്ട. FT-കാർക്ക് അല്ല, FT-കാർക്ക് അറിയാം, മെസ്സേജ് വന്നതാണ്. എന്താണ്, ഏത് ക്ലാസ് വന്നിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ചത്? ഓക്കെ, ഫസ്റ്റ് ക്ലൂ ഇത് ഓൾറെഡി പറഞ്ഞാണ്. ക്ലൂ എന്താണ്? എം ആണ്. എം. ഓക്കെ, ഇന്നത്തെ സെഷന്റെ പേരെന്താണ്? എം ആണ്. ദെൻ എ. മോൺ MA. ഇനി വന്നിട്ടില്ല. യെസ്, MAS, മാസ്. കമോൺ, type in the chat box, comment box. Come on. ഉത്സവ ഗുരുക്കൾ FT ആണ്. FT-കാർ FT എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. പകരം എന്ത് ചെയ്യാം? Okay, come on. Yes, come on. Very. Okay, it's already came. It's already came there. Yes, very good. Sorry, very much sorry, because downward line is it. Okay, very good. Okay, master mind session. മാസ്റ്റർ മൈൻഡ് സെഷനിലാണ് നമ്മൾ ഇവിടെ പങ്കെടുക്കുന്നത് ഓൺലൈനിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻ, നിബന്ധനകൾ കഴിഞ്ഞ് വാട്ട് ഇസ് മാസ്റ്റർ മൈൻഡ്, അതാണ് നമ്മുടെ അടുത്ത വിഷയം. എന്താണ് മാസ്റ്റർ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാം. പ്ലസ് ദ ബെനിഫിറ്റ്സ് ഓഫ് മാസ്റ്റർ മൈൻഡ്, അതാണ് അതിന് ശേഷമുള്ള അടുത്ത സെഷൻ. ആൻഡ് ദ ഫൈനൽ സെഷൻ ഈസ് സ്റ്റാർട്ട് ഷെയറിംഗ് ദ മാസ്റ്റർ മൈൻഡ് സക്സസ് സ്റ്റോറീസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ സീറ്റിംഗിന്റെ അജണ്ട വരുന്നത്, വിഷയങ്ങൾ വരുന്നത്. ഓക്കെ, നൗ ലെറ്റ് us go to the നിബന്ധന അഥവാ കണ്ടീഷൻസ്. കോഡ് ഓഫ് ഓണറിലേക്ക് പോകാം. പുതിയ ആളുകൾ ഉള്ളതുകൊണ്ട് കോഡ് ഓഫ് ഓണർ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞിരുന്നത് നമ്പർ 1 വാസ്, anybody remember that? Can anybody type what was the first code of honor? Can anybody type from your memory?
നമുക്ക് ആർക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും? ഓർക്കുന്നുണ്ടോ? കോഡ് ഓഫ് ഓണർ. ഈ എൻവയോൺമെന്റ് നമ്മൾ ഓൺലൈൻ എൻവയോൺമെന്റിൽ എത്തിയിരിക്കുകയാണ്. ഈ എൻവയോൺമെന്റിൽ പാലിക്കേണ്ട ബിഹേവിയർ നമ്പർ 1. വാട്ട്സ് ദാറ്റ്? യാ, കം ഓൺ. വാട്ട് ഈസ് ദാറ്റ്? What is it? Did anybody? Yes, what are the behavior? Participation അത് പെട്ടതാണ്. പക്ഷേ ഫസ്റ്റ് നമ്പർ 1. Okay, number 1. Okay, anyway, let it be the participation be the number 1. First, sit alone. Okay, yes. ഒറ്റക്ക് ഏകാന്തമായിട്ട് റൂമിൽ ഇരിക്കുക എന്നുള്ള നമ്മൾ പറഞ്ഞു. ക്യാമറ ഓൺ പറഞ്ഞിരുന്നു. Okay, then let anybody participate. Okay, everybody participate. Okay, come on. Punctuality, no record. Okay, very good. There is no permission for recording. ഈ സെഷനും ആരും റെക്കോർഡ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിക്കുക. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, കീപ് ദ കമാൻഡ്മെന്റ്. ഓക്കെ, നോ റെക്കോർഡ്. ഓക്കെ, ദെൻ come on, type. 100% participation. Very good, Muhammad Shahjan. Very good, very nice. Alone. Okay, be with sir, be with me. Okay, be available to me, listen to me. Yes, very good. Then just let your fingers type whatever is coming in your mind now. Discipline, Muhammad Ali. Yes, very good, Muhammad Ali. Yes, support. Yes, that is the first one. Support. Who wrote it? Muhammad Shahjan. Correct. That was the first number 1. Okay. സപ്പോർട്ട് ഈച്ച് അതർ. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിൽ എത്തിയിരിക്കുകയാണ്. ഒരു പ്രത്യേക എൻവയോൺമെന്റ്. നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞു, അതിനുശേഷമുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. അപ്പോൾ ഗ്രൂപ്പിന്റെ മാസ്റ്റർ മൈൻഡിങ് നടക്കാൻ പോകണം. അപ്പൊ അതിൽ എന്താണ് പരസ്പരം എല്ലാവരും ഈ എൻവയോൺമെന്റ് സപ്പോർട്ട് ഈച്ച് അതർ എന്നുള്ള നമ്പർ 1. ആൻഡ് ആർ യു റെഡി ഫോർ ദാറ്റ്? സപ്പോർട്ട് ഈച്ച് അതർ. റെഡി? തംസ് അപ്പ് വരും. ഓക്കെ, റെഡി അല്ലേ? വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? നോ റെക്കോർഡിംഗ് ഓൾറെഡി പറഞ്ഞു. കോൺട്രിബ്യൂഷൻ ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞല്ല. കോൺട്രിബ്യൂഷൻ ലൈഫിൽ എപ്പോഴും വേണ്ടതാണ്. Everywhere we are contributing. Everything in the universe is contributing. നമ്മൾ പറഞ്ഞില്ലേ, ഒരു മണ്ണിലെ പോലും കോൺട്രിബ്യൂഷനാണ്. ഫാമിലി ലൈഫിലായാലും എവിടെയായിരുന്നു കോൺട്രിബ്യൂഷൻ. ഫാമിലി വൈഫിന് നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, വൈഫ് ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ മക്കൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മക്കൾ ഇങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എവറിത്തിങ് ഇൻ ദിസ് കോസ്മോസ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ഈച്ച് അതർ. ഓക്കെ, ആൻഡ് number 2, it was, yes, very good, Muhammad Ali, very good. Encourage each other. നമുക്കറിയാം പലപ്പോഴും നമ്മൾ പൊതുവെ നമ്മുടെ പാരന്റിങ്ങിന്റെ റോങ് പാരന്റിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് പൊതുവെ കേരളത്തിലൊക്കെ സംഭവിക്കാറുള്ളതാണ് പരസ്പരം ഡിസ്കറേജ്, ആളുകളെ ഡിസ്കറേജ് ചെയ്യുക എന്നുള്ളതാണ് അൺകോൺഷ്യസ്ലി സംഭവിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ഇവിടെ നമ്മൾ ബോധപൂർവ്വം 2 ദിവസം അതിശക്തമായ ഗ്രോത്ത് മാസ്റ്ററിയിലെ കോഴ്സിലൂടെ, തെറാപ്പിയിലൂടെ അല്ലെ, നമ്മളൊന്ന് പറഞ്ഞു 49-50ഓളം വിഷയങ്ങളാണ് ആ 2 ദിവസം കൈകാര്യം ചെയ്ത് നമ്മൾ കഴിഞ്ഞ കോച്ചിങ് സെഷനിൽ മനസ്സിലാക്കി. അപ്പൊ അതിലൂടെ എന്താണ് പരസ്പരം എൻകറേജ് ചെയ്യുക. ഈ എൻവയോൺമെന്റ് ഏതാണ്? എൻവയോൺമെന്റ് ഇപ്പോൾ എൻവയോൺമെന്റ് ഏതാണ്? ഓൺലൈൻ എൻവയോൺമെന്റ് ആണ് മാസ്റ്റർ മൈൻഡിലുള്ളത്. ബിഹേവിയർ എന്താണ്? പരസ്പരം എൻകറേജ് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ കോഡ് ഓഫ് ആണ്. നോ ഡിസ്കറേജ്. എല്ലാവരും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ അന്ന് പഠിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ്? ബ്ലസ് ദാറ്റ് വിച്ച് യു വാണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഓൾറെഡി ലഭിച്ച ആളുകളെ നിങ്ങൾ ആശീർവദിക്കുക എങ്കിൽ നിങ്ങളിലേക്ക് സംഗതി വരും. അതിന്റെ ഭാഗമായിട്ട് എൻകറേജ് ചെയ്യുക പരസ്പരം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്പർ 4, anybody type here after that? Number 4, it was can anybody tell or shall I tell it? Third one was growth. Massive growth ആണ്. പരസ്പരം വളരുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ ഒരു എൻവയോൺമെന്റിൽ എത്തിയിരിക്കുന്നത് അല്ലെ. സക്സസ് വാലിയുടെ ഓൺലൈനിൽ എൻവയോൺമെന്റ് ആയിരുന്നാലും ഓൺലൈൻ ആയിരുന്നാലും ഓഫ്ലൈൻ ആയിരുന്നാലും നമ്മുടെ ലക്ഷ്യം എന്താണ്? മാസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അപ്പൊ അതിനെ പരസ്പരം എൻകറേജ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ക്ലാരിറ്റിയാണ് പറഞ്ഞത് അല്ലെ. വളരെ ക്ലിയർ ആയിക്കൊണ്ട് ക്ലാരിറ്റിയോട് കൂടിയാണ് ഓരോ കാര്യം, ഒരു അംബിഗ്വിറ്റി ഇല്ലാതെ, ഒരു ഡൗട്ടും ഇല്ലാതെ, ഒരു സംശയവും ഇല്ലാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ സൂപ്പർ സിംപിൾസിറ്റി ആക്കിയിട്ടാണ് എല്ലാം പഠിപ്പിച്ചത് അല്ലെ. കോംപ്ലിക്കേറ്റഡ് ആയ കാര്യങ്ങൾ സിമ്പിളാക്കി കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. അപ്പൊ ക്ലാരിറ്റിയാണ് നാലാമത്തത്. നെക്സ്റ്റ് വൺ വാസ് കൺസിസ്റ്റൻസി. എന്താണ് ഇവിടുന്ന് മനസ്സിലാക്കിയത്, പഠിച്ചത്, ഉൾക്കൊണ്ടത്? ന്യൂറോളജിയിൽ കയറിയത് അല്ലെ, എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ കോഴ്സിൽ ഗ്രോത്ത് മാസ്റ്റർ എന്ത് ചെയ്തത്? നീന്തി പഠിച്ചതോടെ, കുളത്തിൽ നിന്ന് പഠിച്ചത് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രത്യേക എലിമെന്റ് ഓഫ്ലൈൻ എലിമെന്റ് വന്നു, നീന്തി പഠിച്ചു. അതെന്താണ്? കൺസിസ്റ്റന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് 6 വൺ വാസ് കമ്മിറ്റ്മെന്റ് ആൻഡ് ഡെഡിക്കേഷൻ. കമ്മിറ്റ്മെന്റ് ആയിരുന്നു, പ്രതിബദ്ധത ആൻഡ് ഡെഡിക്കേഷൻ. ആത്മസമർപ്പണം എന്നല്ല, ബിസിനസിന് വേണ്ടി, നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്
അപ്പൊ ആ ഗ്രോത്ത് ഉണ്ടായത് ഇതിലൂടെയാണ്, കോൺട്രിബ്യൂഷനിലൂടെയാണ്. അപ്പൊ ആ കോൺട്രിബ്യൂഷന് വേണ്ടി പ്രകൃതിയിലെ എല്ലാ ജീവികളും ചെയ്യുന്ന ആ ഒരു സംഗതി നമ്മൾ എന്താണ് 100% ഡെഡിക്കേഷനോടുകൂടി കമ്മിറ്റ്മെന്റോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ആറാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. സെവൻത് വൺ വാസ് ഫുൾ പാർട്ടിസിപ്പേഷൻ, 100% പാർട്ടിസിപ്പേഷൻ. നേരത്തെ പലരും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദാറ്റ് ഇസ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, കോഡ് ഓഫ് ഓണർ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, ഇത് മാസ്റ്റർ മൈൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അവസരമുണ്ട്. എന്താണ് മാസ്റ്റർ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാം അല്പം കഴിഞ്ഞിട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറെ 1-2 പോയിന്റ് കൂടി ഞാൻ പറയുകയാണ്. അതായത് ഇവിടെ ചർച്ച വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് ഇതാണ്, നോ ടോക്സ് ഓൺ പൊളിറ്റിക്സ്. പൊളിറ്റിക്കൽ ആയിട്ടുള്ള യാതൊരു ചർച്ചകളില്ല. നോ ഡിസ്കഷൻ ഓർ ടോക്ക് ഓൺ റിലീജിയൻ. റിലീജിയസ് ആയിട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഇല്ല. കാരണം നമ്മൾ ആ ഒരു എൻവയോൺമെന്റിലല്ല വന്നേക്കുന്നത്. നമ്മളെ ചർച്ച വിഷയം ഇവിടെ അതല്ല. ഇവിടെ talks and discussion only about business and business success, business growth and business mastery. Okay, അത്തരം കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ഉണ്ടാകും. നോ റിലീജിയസ് ടോക്ക്, നോ പൊളിറ്റിക്കൽ ടോക്സ്, നോ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ്. ഒരു എന്താ പറയുക കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ചർച്ചയില്ല. അതുപോലെ തന്നെ ഹാവ് ഫുൾ കമ്മിറ്റ്മെന്റ്, അക്കൗണ്ടബിലിറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നോ സെയിൽസ്, നോ പ്രൊമോഷൻസ്. സെയിൽസോ പ്രൊമോഷൻ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് പരസ്പരം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ സെയിൽസ് കാര്യങ്ങൾ നടത്താം. എന്നാൽ നിങ്ങളുടെ സെയിൽസിന്റെ വിജയത്തെ കുറിച്ച് ഇവിടെ സംസാരിക്കാം. നിങ്ങളുടെ ബിസിനസ് ഗ്രോത്തിനെ കുറിച്ച് പറയാം. അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ചാലഞ്ചുകൾ പറയാം. നിങ്ങൾ എന്താണ് എന്നൊക്കെ പറയാം. എന്നാൽ അതേ സമയത്ത് എന്തില്ല, സെയിൽസ് പ്രൊമോഷൻ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന. ആ ഒരു പ്ലാറ്റ്ഫോം അല്ല. സെയിൽസിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ സക്സസിനെ കുറിച്ച് പരസ്പരം സംസാരിക്കാനുള്ള ഒരു അവസരമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നോ ബ്രാഗിങ് ആൻഡ് നോ ഈഗോ ബൂസ്റ്റിംഗ്. ഈഗോ ബൂസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹ്യൂമിലിറ്റിയാണ് നമ്മുടെ അടിത്തറ എന്നത്. അല്ലെ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കാണും, കേരളത്തിലെ നമ്പർ 1 ബിസിനസ്സുകാരനായ കഴിഞ്ഞ വർഷം നമ്മൾ ചർച്ച ചെയ്തു യൂസുഫ് അലി സാർ. ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത്, സാർ താങ്കളുടെ വിജയത്തിന്റെ രഹസ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു ക്വാളിറ്റി പറയുന്നത് ഹ്യൂമിലിറ്റി എന്നുള്ളതാണ്. ഹ്യൂമിലിറ്റിയാണ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈഗോയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഹ്യൂമിലിറ്റി. ഓക്കെ, ബൈ ദ ബൈ സനൽകുമാർ സാർ ഉണ്ട് നമ്മളെ കോഴ്സിൽ ഇത്തവണ എത്തിയിട്ടുണ്ടോ? സനൽകുമാർ സാർ ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്ത എന്താണ് മാസ്റ്റർ മൈൻഡ്. മാസ്റ്റർ മൈൻഡ് സെഷനിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് എന്താണ് ഈ മാസ്റ്റർ മൈൻഡ് എന്ന് നോക്കാം. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്റ്റർ മൈൻഡ് എന്ന് ഓൾറെഡി കേട്ടവര് അല്ലെങ്കിൽ അത്ര സെഷനിൽ പങ്കെടുത്തവര് ജസ്റ്റ് വൈ എന്ന് ടൈപ്പ് ചെയ്യുക. യെസ് എന്ന അർത്ഥത്തിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യാം. കമോൺ, ഫസ്റ്റ് വൈ എന്ന് ടൈപ്പ് ചെയ്യാം. ഓൾറെഡി മാസ്റ്റർ മൈൻഡിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. യെസ്, റംഷാനൊക്കെ അറിയാം. ഓക്കെ, അഷ്റഫീസി അറിയാം. ഓക്കെ, വെരി ഗുഡ്. എന്താണ് മാസ്റ്റർ മൈൻഡ് എന്ന് അറിയുന്നവർ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എങ്കിൽ ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് ആരെയാണെന്നറിയോ? ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ത്വയ്യിബ്. കമോൺ, ത്വയ്യിബിനെ അൺമ്യൂട്ട് ചെയ്യുക. അഡ്മിൻ ത്വയ്യിബ്, and what is mastermind according to you? According to your understanding, what is mastermind? You can tell now. Okay, let everybody hear. Admin Thayyib sir. Okay, okay, come on. മാസ്റ്റർ-മൈൻഡ് നമ്മള് പിന്നെ ബിസിനസ്സിൽ വേണ്ട മാസ്റ്റർ മൈൻഡിനെ പറ്റിയിട്ടല്ലേ നമ്മള് പറയണത്? തീർച്ചയായിട്ടും ബിസിനസ് മൈൻഡ് മാസ്റ്റർ മൈൻഡ് ജനറലി മാസ്റ്റർ മൈൻഡ് എന്താണെന്ന് പറയാം. സ്പെസിഫിക്കലി ബിസിനസ് സക്സസ് ആയിട്ട് ബന്ധപ്പെട്ട മാസ്റ്റർ മൈൻഡ് എന്താണ്? വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് മാസ്റ്റർ മൈൻഡ്? അതായത് ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ട നമ്മുടെ മൈൻഡ് സെറ്റ്, ബിസിനസ് ഗ്രോത്തിന് ആവശ്യമായ മൈൻഡ് സെറ്റ്, നമ്മളെ ആറ്റിറ്റ്യൂഡ്, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മാസ്റ്റർ മൈൻഡ്. മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ ലെവലിലുള്ള ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? എനി സെഷൻ ഓഫ് മാസ്റ്റർ മൈൻഡ്? മാസ്റ്റർ മൈൻഡ് എന്ന ലോകത്ത് വലിയ വലിയ ബിസിനസ് ലോകത്ത് നടക്കുന്ന ഒരു വലിയ സംഭവമാണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. ബൈ ദ ബൈ, പേഴ്സണലി ഏതെങ്കിലും മാസ്റ്റർ മൈൻഡ് സെഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. മാസ്റ്റർ മൈൻഡിൽ സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ല എന്റെ ക്ലാസ് ആക്ച്വലി മാസ്റ്റർ മൈൻഡ് സെഷൻ ആയിരുന്നില്ല. മാസ്റ്റർ മൈൻഡ് ഇസ് ക്വൈറ്റ് ഡിഫറെന്റ്. നമ്മുടെ നാട്ടിലെ ക്ലാസ്സേ അല്ല അത്.
ഇവിടെ തുടക്കമാണ്, ഇത് ഫസ്റ്റ് സെഷനാണ്. നമ്മൾ ഈ ലെവലിൽ ആദ്യമായിട്ടാണ് ഓൺലൈൻ മാസ്റ്റർ മൈൻഡ് സെഷൻ നടത്തുന്നത്. ഓഫ്ലൈൻ മാസ്റ്റർ മൈൻഡ് അല്ല, നമ്മുടെ എന്തായിരുന്നു കോച്ചിങ് ആണ്, മെന്ററിങ് വരുന്നുണ്ട്, പ്ലസ് ട്രെയിനിങ് ആണ്. മാസ്റ്റർ മൈൻഡ് വേറെ ഡിഫറെന്റ് കാറ്റഗറിയാണ്. ഓക്കെ, എനിവേ വേറെ എന്താ കൂടുതൽ പറയേണ്ടത് സാർ പറയാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കൂടുതലൊന്നും പറയല്ല സാർ, നമ്മളെ അറിവിനനുസരിച്ചുള്ള. ഓക്കെ ഓക്കെ, എങ്കിൽ മ്യൂട്ട് ചെയ്തേക്കാം, സാർ മ്യൂട്ട് ചെയ്തോളൂ. ആൻഡ് എന്നെ അടുത്ത് ഈ യെസ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾക്കൊരു അവസരം തന്നെ, വാട്ട് ഈസ് മാസ്റ്റർ മൈൻഡ്? സ്വയം സന്നദ്ധമായിട്ട് വരിക. ബിക്കോസ് ബിസിനസ് ഓണ്ടർപ്രണേഴ്സ് ആർ ലീഡേഴ്സ് ആണ്. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മാസ്റ്റർ മൈൻഡ് ക്ലാസ്സിലൂടെ. ഓണ്ടർപ്രണേഴ്സ് ആർ ലീഡേഴ്സ്. അബ്ദുൽ ഗഫൂർ സാർ യെസ് പറയണോ? അബ്ദുൽ ഗഫൂർ ഒന്നുകൂടി യെസ്, എന്നുകൂടി റെഡി ചെയ്ത് ടൈപ്പ് ചെയ്തേ. എന്താണോ മാസ്റ്റർ മൈൻഡ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ അബ്ദുൽ ഗഫൂർ TP? യെസ്, റെഡി. അബ്ദുൽ ഗഫൂർ അൺമ്യൂട്ട്. അബ്ദുൽ ഗഫൂർ സാർ കമാൺ, അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, പറയാമോ? യെസ്, ജസ്റ്റ് വൺ സെക്കൻഡ്. അബ്ദുൽ ഗഫൂർ സാർ എവിടെ? യെസ്. ഓക്കെ, ഞങ്ങള് ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ട്. പേര് കൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ട്. അതില് സാധാരണ ഞങ്ങള് ഒരു 3 മാസത്തില് ഒരു 18 പേരുള്ള ഗ്രൂപ്പാണ്. 3 മാസത്തില് ഞങ്ങള് ഒരു ദിവസം ഉച്ചക്ക് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങള് ഫുള്ള് രാത്രിയൊക്കെ ഇരുന്ന് ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക. എല്ലാരും ഫിസിക്കൽ മീറ്റിംഗ് ആണ് ഉണ്ടാവുക. ഏതെങ്കിലും വല്ല റിസോർട്ടിലോ അങ്ങനെ എന്തെങ്കിലും ആണ് സാധാരണ കൂടാറുള്ളത്. അങ്ങനെ കൂടി ചിലപ്പോ പിറ്റേ ദിവസം, അതായത് ഒരു നൈറ്റ് ഫുള്ള് ഉണ്ടാകും. അതുപോലെ പിറ്റേ ദിവസം ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ലഞ്ചിന് മുമ്പായിട്ട് എല്ലാവരും പിരിയുകയും ചെയ്യും. അപ്പൊ വ്യത്യസ്ത ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളാണ് അതിൽ എല്ലാരും ഉള്ളത്. ഒരു വ്യത്യസ്ത ഇൻഡസ്ട്രി എന്നുള്ള ഒരു 18-20 പേരുള്ള ഒരു ടീമാണ്. അപ്പൊ ഇതില് ശരിക്കും എല്ലാരും അവനവന്റെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സ് എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല വിഷയങ്ങളായിരിക്കും ഈ 3 മാസത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടാവുക. ചിലപ്പോ കുറെ ഐഡിയാസ് ഉണ്ടാകും. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് എല്ലാവർക്കും ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഇതിനകത്തുള്ള ത്രെഡ്സ് എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റും. വീക്ക്നെസ് എല്ലാവർക്കും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇതിനെ എന്നിട്ട് ഫൈനലി എല്ലാവരും കൂടി കൂടിയിട്ട് എല്ലാവർക്കും കൂട്ടമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ചില തീരുമാനങ്ങളും ഉണ്ടാകും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള. ഞങ്ങൾ ഇതിനിടയിൽ ഒരു പ്രാവശ്യം എല്ലാരും കൂടെ കൂടി പുറത്ത് ബിസിനസിനെ കുറിച്ച് എല്ലാരും കൂടെ ഡിസ്കസ് ചെയ്ത് ആഫ്രിക്കയാണ് ഏറ്റവും നല്ല സാധ്യത എന്ന് പറഞ്ഞ എല്ലാരും കൂടെ ഒരുമിച്ച് ആഫ്രിക്കയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത ഇൻഡസ്ട്രി എന്നുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ഇത് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത് ആ ഗ്രൂപ്പിനൊരു പേരിട്ടു. ഞങ്ങൾ എല്ലാവരും ആ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ ഒരു കൂടാനുള്ള അവസരമൊക്കെ ആയിട്ട് കാണുന്ന ഒരു വേദിയായിട്ട് കാണുന്നു എന്ന് മാത്രം. ഇതാണ് ഉദ്ദേശം ആ ഗ്രൂപ്പിന്റെ. വെരി നൈസ്, ഫാന്റാസ്റ്റിക്, ഓസം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്, അബ്ദുൽ ഗഫൂർ സാർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്? ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ മൈൻഡ് നടത്തുന്ന ടോണി റോബിൻസ്. അതായത് ടോണി റോബിൻസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, NLP ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ആളാണ്. മാത്രമല്ല ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ 63 ബിസിനസ്, അത് ചെറിയ ബിസിനസ് അല്ല, ഹൈ പവർഫുൾ ആയിട്ട് 63 ബിസിനസ് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ആര്? ടോണി റോബിൻസ് എന്നുള്ളത്. 63 ബിസിനസ്, ഹൈ ലെവൽ ബിസിനസ്. ഓക്കെ, വേൾഡ് ക്ലാസ് ലെവൽ. അപ്പോ അദ്ദേഹം എന്താണ് ഈ മാസ്റ്റർ മൈൻഡിനെ കുറിച്ച് പറയുന്നത്, എന്താണ് ഈ സംഗതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അഡ്മിൻ എന്ത് ചെയ്യാം, അതൊന്ന് ഷെയർ ചെയ്തേക്കാം, ആ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം. എന്താണ് മാസ്റ്റർ മൈൻഡിനെ കുറിച്ചിട്ട് ടോണി പറയുന്നത്? അദ്ദേഹത്തിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ് എടുത്തത്, വേറെ എവിടെ നിന്നല്ല. യു ക്യാൻ സീ ഇറ്റ് ദർ. ഇത് ടോണി റോബിൻസിന്റെ അല്ല, ടോണി റോബിൻസിന്റെ പേജിലേക്ക് നമുക്ക് പോവാം. ഇത് മറ്റൊരു പേജാണ്, ഇന്റർനാഷണൽ ടീമിന്റെ ഒരു പേജാണ്. നോക്കി, എ മാസ്റ്റർ മൈൻഡ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു സപ്പോർട്ട് ആൻഡ് ലേൺ ഫ്രം ഈച്ച് അതർ. എന്താണ് മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞാൽ? നിശ്ചിത വ്യക്തികളുടെ ഒരു ഗ്രൂപ്പാണ്. ഹു സപ്പോർട്ട് ആൻഡ് ലേൺ ഫ്രം ഈച്ച് അതർ. പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും പരസ്പരം പഠനം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തികളുടെ ഗ്രൂപ്പാണ്. ഓക്കെ, ഇൻ ദ ബെസ്റ്റ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്സ് യു വിൽ ഫൈൻഡ് എക്സെപ്ഷണൽ highly motivated leaders who solve problems together, share advice and push each other to achieve massive success. Yes, almost ഗഫൂർ സാർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നോക്കൂ നിങ്ങൾ, ഇൻ ദ ബെസ്റ്റ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്, അതായത് നല്ല ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ആ ഒരു സംഗതിയിൽ കാണുന്നത്, യു വിൽ ഫൈൻഡ് എക്സെപ്ഷണൽ
ജസ്റ്റ് വൺ മൊമെന്റ്. വളരെ എക്സെപ്ഷൻ ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള, പ്ലസ് ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ലീഡേഴ്സ്, ഹൈലി മോട്ടിവേറ്റഡ് ലീഡേഴ്സ് ഹു സോൾവ്. എന്താ ചെയ്യുന്നത്? ഹൈലി മോട്ടിവേറ്റഡ് ലീഡേഴ്സും എക്സെപ്ഷൻ ആയിട്ടുള്ള സംഗതികൾ, ആളുകൾ എന്താ ചെയ്യുന്നത്? ഹു സോൾവ് പ്രോബ്ലംസ് ടുഗദർ. ഒരുമിച്ച് ഇരുന്നു കൊണ്ട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാണ്. ഏത് പ്രശ്നമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ബിസിനസ് പ്രോബ്ലംസ് ആണ്, ബിസിനസ് ചലഞ്ചസുകളാണ്. ഓക്കെ, ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഷെയർ അഡ്വൈസ്, അല്ലെ, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് മാസ്റ്റർ മൈൻഡിൽ ഇരുന്നുകൊണ്ട്. ആൻഡ് പുഷ് ഈച്ച് അതർ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. എന്താ പുഷ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം പുഷ് ചെയ്യുകയാണ്, അല്ലെ. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, അല്ലെ, തീരുമാനിച്ച പല കാര്യങ്ങളും ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടാണ് പ്രോക്രാസ്റ്റിനേഷൻ ഉണ്ടായേക്കാം. അത് മീൻസ് പിന്നെ ചെയ്യാം, പിന്നെ നീട്ടിവെക്കുന്ന പ്രശ്നം ഉണ്ടായേക്കാം. അതിന് മടി, അലസത, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് വരുമ്പോൾ സംഭവിക്കുന്നത്, ഓൾറെഡി എന്റെ കമ്പനി എന്താണ് ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്റെ ചാലഞ്ചസ് എന്താണ്, എന്റെ വിഷയങ്ങൾ എന്താണ്, എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ്? പരസ്പരം പുഷ് ചെയ്യാണ്. ഇതൊരു കാര്യം ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്തോളൂ, ഇങ്ങനെ ചെയ്തോളൂ, പരസ്പരം പുഷ് ചെയ്യാണ് പരസ്പരം. ഓക്കെ, പുഷ് ഈച്ച് അതർ ടു അച്ചീവ്. എന്തിനാണ്? ടു അച്ചീവ് മാസീവ് സക്സസ്. വളരെ മാസീവ് ആയിട്ടുള്ള ഹയർ ലെവലുള്ള സക്സസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ചെറിയ രീതിയിൽ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ടോണിന്റെ ഇപ്പൊ ഞാൻ വായിക്കുന്നില്ല. എന്തുകൊണ്ട് വായിക്കാന്ന് ഒരുപാട് സമയത്ത് ടോമിന്റെ പേജ് കാണിക്കും. അതാണ് ടോണിന്റെ പേജ്. ഓക്കെ, ടോണി റോബിൻസൊക്കെ മേലെ കാണാൻ പറ്റും അവിടെ. അദ്ദേഹത്തിന്റെ ദ മെന്റേഴ്സ് ഹൂ കോച്ച്ഡ് മീ, അദ്ദേഹത്തിനെ കോച്ച് ചെയ്ത മെന്ററുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇച്ചിരി കൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ വൈ മോർ ദാൻ വൺ മെന്റർ ഇസ് കീ ആൻഡ് ജിം റോൺ ആൻഡ് ദ പവർ ഓഫ് ചേഞ്ച്. ജിം റോൺ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മെന്റർ ആൻഡ് കോച്ച് എന്നുള്ളത്. ടോണി റോബിൻസിന്റെ നേരത്തെ പറഞ്ഞ 63 കമ്പനിയുള്ള അദ്ദേഹത്തിന്റെ. ജോൺ ഗ്രീൻഡർ, NLPയുടെ ഉപജ്ഞാതാവായ മറ്റൊരു വ്യക്തിത്വമാണ് ജോൺ ഗ്രീൻഡർ ആൻഡ് ദ പവർ ഓഫ് ഫിലോസഫി. എന്തെങ്കിലും കാണാം. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട്, അപ്പൊ ഏകദേശം മനസ്സിലായി എന്താണ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് മാസ്റ്റർ മൈൻഡ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പരസ്പരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ഇതിന് വളരെ കൃത്യമായ ഓർഡറിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെയാണ് നമുക്ക് മാസ്റ്റർ മൈൻഡിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതായത് ജസ്റ്റ് വൺ മൊമെന്റ്, ചുരുങ്ങിയ 12 കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. 12 കാര്യങ്ങളാണ് മാസ്റ്റർ മൈൻഡിലൂടെ. മാസ്റ്റർ മൈൻഡ് മനസ്സിലായല്ലോ, ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് ചെയ്തിട്ട് ബ്രെയിൻ സ്റ്റോമിങ് നടത്തിയാണ്, ചിന്തിക്കുകയാണ് ബിസിനസ്സിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതിനെങ്ങനെ പരിഹാരം കണ്ടെത്താം, ഇങ്ങനെ ഒരുപാട് അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതോടൊപ്പം തന്നെ ഒരാളും അവരുടെ സക്സസും കാര്യങ്ങളും അങ്ങനെ പലതും ചർച്ചയാണ്. വളരെ കൃത്യമായ ഓർഡർ നമുക്ക് നോക്കാം. നമ്പർ 1 എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിന്റെ ബെനിഫിറ്റ് നമ്പർ 1 എന്താണ് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റ്സ്. പുതിയ ഐഡിയകൾ, അല്ലെ, നോട്ട് ചെയ്യാം. ഇത് നമ്മുടെ എന്താ പറയാ ലൈഫ് മാസ്റ്റർ കോഴ്സ് പോലെയല്ല, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യണം. ഐഡിയാസ് ആൻഡ് ഇൻസൈറ്റുകൾ, പുതിയ ഐഡിയകൾ, ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ഐഡിയകൾ. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ കപൂർ സാർ പറഞ്ഞ ഫിസിക്കൽ അല്ല, ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഐഡിയകളും ഇൻസൈറ്റുകളും ഒരുപാട് ഉണ്ടാകും. ഒരാൾ ഒരു കാര്യം ഷെയർ ചെയ്യും, ഒരാളുടെ സക്സസ് ഷെയർ ചെയ്യാണ്. നമ്പർ 2 സെക്കൻഡ് പോയിന്റ് അത് തന്നെയാണ്, ഷെയറിംഗ് ഓഫ് സക്സസ്. നമ്മുടെ അവരവരുടെ ബിസിനസിന്റെ സക്സസിനെ ഷെയർ ചെയ്യണം. അപ്പൊ ആ സക്സസ് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം ആ സക്സസിൽ എത്തിയ ഒരു മെത്തഡോളജി നമുക്ക് മനസ്സിലാവും. നമ്മൾ NLP കഴിഞ്ഞവരാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം NLP ഇസ് എ മോഡലിംഗ് സയൻസ് ആണ് NLP, അല്ലെ. അപ്പൊ അദ്ദേഹം എങ്ങനെ കടന്നു പോയി എന്നുള്ള ആ ഒരു പാത്ത് നമുക്ക് മനസ്സിലാവും. ഒരാൾ ട്രക്കിങ്ങിന് പോയിരിക്കുകയാണ്, ആ ട്രക്കിങ്ങിന്റെ പാത്ത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അതേ വഴിയിലൂടെ പോകല്ലോ എന്ന് പറഞ്ഞതുപോലെ ആ സക്സസിന്റെ ഷെയറിംഗ് ആണ്. നമ്മൾ സാധാരണ പറയുന്നത് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളും ഇവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 12 പോയിന്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ബേസ് ചെയ്തുകൊണ്ടാണ് പല ഡിസ്കഷൻ നടക്കാൻ പോകുന്നത്. നമ്പർ 1 എന്താണ്? ഐഡിയകൾ, അതുപോലെ ഇൻസൈറ്റുകൾ പരസ്പരം ഷെയർ ചെയ്യാൻ പോകണം ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ. അതോടൊപ്പം തന്നെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ പോകണം നമ്മൾ ഇവിടെ ഇരുന്നുണ്ട് ഓരോരുത്തരുടെയും. ഓക്കെ, നമ്പർ 3 സക്സസ് മാത്രം പറഞ്ഞാൽ മതിയോ? സ്വഭാവമായിട്ട് നേരത്തെ ഗഫൂർ സാർ കൊണ്ടുപോകുന്നത് എന്താണ്? സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ സോട്ട് അനാലിസിസ് ചിലർക്ക് ഈ ക്ലാസ്സിൽ ഇരുന്ന പലരും പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ അഡ്വാൻസ് കോഴ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് സോട്ട് അനാലിസിസ്, അതിന്റെ തെറപ്പികളൊക്കെ ചെയ്തവരാണ്. അതിൽ വീക്ക്നെസ് പറയുന്നത്. അതുപോലെ തന്നെ ചാലഞ്ചുകളാണ് നമുക്ക് ചർച്ച ചെയ്യണം. എന്തൊക്കെ
ചാലഞ്ചസുകളാണ് എൻ്റെ ബിസിനസ്സിലുള്ളത്. ഞാൻ കടന്നു പോയ ചാലഞ്ചസ് എന്തൊക്കെയാണ്, ഇപ്പോൾ എനിക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, നാളെ വരാൻ സാധ്യതയുള്ള ചാലഞ്ചസുകൾ എന്തൊക്കെയാണ്. ഇതൊക്കെ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് എന്താണ് റിലേറ്റ് ചെയ്യാൻ പറ്റും, റെസോണേറ്റ് ചെയ്യാൻ പറ്റുന്നു, കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇങ്ങനെ ചാലഞ്ച് ഉണ്ടല്ലേ, ഞാനും അത് അനുഭവിക്കണം, അപ്പോൾ ഇന്ന രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, സർപ്പാസ് ചെയ്ത് പോകാം. ഇങ്ങനെ ഈ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തൊക്കെ ചാലഞ്ചുള്ളത്. നമ്പർ 4 എന്താണ്? ഫീഡ്ബാക്ക്. അതായത് ഇത്തരം ചർച്ചയിലൂടെ അതിശക്തമായ രീതിയിലുള്ള ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് നിങ്ങൾ അറിയാം, നെറ്റില് ഇപ്പൊ ടോണിയുടെ നെറ്റില് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി നോക്കൂ, ഹൈ പേയ്മെന്റ് കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ് അതൊക്കെ. മാസ്റ്റർ മൈൻഡ് എന്നുള്ള പേയ്മെന്റോട് കൂടിയാണ് ഇന്റർനാഷണൽ അരീനയിൽ നടക്കുന്നത്, ബിസിനസ് ലോകം നടക്കുന്നത്. നമ്മളിവിടെ ഫ്രീ ആയിട്ടാണ് സെഷൻ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഒരു വലിയൊരു ഇൻഡസ്ട്രി, വലിയൊരു ഏരിയ ആണ് ബിസിനസിന്റെ മാസ്റ്റർ മൈൻഡിങ് എന്നുള്ളത്. ഓക്കെ, എന്താണ് പറഞ്ഞത് നെക്സ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ക്യാമറ ക്ലാരിറ്റി ഈസ് ടു ഗുഡ് ദിസ് ടൈം. ഓക്കെ, നിഹാല നിസാർ, ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോ എന്തായിരുന്നു 4th പോയിന്റ്? എന്താണ്? ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്. നമ്മൾ എന്റെ സക്സസ് ഞാൻ ഷെയർ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ ചാലഞ്ചസ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഞാൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾ അതിന് ഇങ്ങനെ സോൾവ് ചെയ്യാം, ഇതേ ചാലഞ്ച് എനിക്കുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ, 2 ആഴ്ച മുന്നേ ഉണ്ടായിരുന്നല്ലോ, 2 വർഷം മുന്നേ ഞാൻ ഇത് ഫേസ് ചെയ്താണ് ബിസിനസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കടന്നു പോയാൽ മതി, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അത് രക്ഷപ്പെടാം. ഇത്തരത്തിലുള്ള ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ഹൈ പവർഫുൾ ആയിട്ടുള്ള എന്താണ് ഫീഡ്ബാക്ക് ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിക്കണം, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ ലഭിക്കും എന്നുള്ളതാണ് മാസ്റ്റർ മൈൻഡിങ് സിറ്റിങ്ങിന്റെ മറ്റൊരു ഗുണം എന്നുള്ളത്. ഓക്കെ, നമ്പർ 5, അഞ്ചാമത്തെ ഇത്തരത്തിൽ ഇങ്ങനെ കൂടി ഇരുന്നാൽ അഞ്ചാമത്തെ ഗുണം എന്ന് വെച്ചാൽ ഈ ഫീഡ്ബാക്ക് നിങ്ങൾ അതിന്റെ ഓർഡർ നോക്കുക, ഐഡിയകൾ ഉണ്ടാവും, ഇൻസൈറ്റുകൾ ഉണ്ടാവും. കൃത്യമായ ഓർഡറിലാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. സക്സസ് സ്റ്റോറി നമ്മൾ ഷെയർ ചെയ്യുന്നു, ചാലഞ്ചസ് ഷെയർ ചെയ്യുന്നു. സക്സസിലൂടെ ചാലഞ്ച് ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ നല്ല ഫീഡ്ബാക്ക് ഉണ്ടാവുന്ന ആളുകളിൽ നിന്ന്. ആ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കൃത്യമായിട്ടുള്ള ടൈംലി ഡിസിഷൻ എടുക്കാൻ പറ്റുന്നു. ബിസിനസ്സിൽ ഒരു പ്രശ്നത്തിന്റെ ആ ഫീഡ്ബാക്ക് കിട്ടുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഒരു ഡിസിഷൻ, ഇന്ന് തീരുമാനം എടുക്കാം, ഇന്ന രീതിയിലാവാം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് നമ്പർ 6 എന്താണ്? നിങ്ങളുടെ ചിന്ത, മൈൻഡ് വികസിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളുടെ ഒരുപാട് ആളുകളുടെ സക്സസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ നിങ്ങൾ സംഭവിക്കും? ഒരാൾക്കാർ സംഭവിക്കാം, സ്വാഭാവികമാണ്, നമ്മുടെ മൈൻഡ് വികസിക്കും. അങ്ങനെ ചെയ്യാം, എങ്ങനെ പുതിയ പുതിയ മിഷനുകൾ, പുതിയ പുതിയ മിഷനുകൾ, പുതിയ പുതിയ ഐഡിയകൾ, പുതിയ പുതിയ ഗോളുകൾ, പുതിയ പുതിയ ഇൻസൈറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് വികസിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക? ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകും. ബിസിനസ് ഗ്രോത്ത് ഉണ്ടാകാം ബിക്കോസ് ഓഫ് ദ തിങ്കിങ് ബിഗ്, അല്ലെ? തിങ്കിങ് ബിഗ്. ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ തിങ്കിങ് ബിഗ് എന്നാണ്. എത്ര പേര് കേട്ടു? ആരെങ്കിലും എവിടെയെങ്കിലും തിങ്കിങ് ബിഗ് എന്നുള്ള പുസ്തകത്തിനെ കുറിച്ച് കേട്ടവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു പുസ്തകം, ഇന്റർനാഷണൽ വെബ്സൈറ്റ് ഒരു ബുക്കാണ്, സക്സസിലും അത് ബിസിനസ്സിലൊക്കെ വളരെ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ്, വളരെ ഫേമസ് ആണത്. തിങ്കിങ് ബിഗ്. ആരെങ്കിലും എവിടെയെങ്കിലും കേട്ടവർ, വായിക്കണമെന്നില്ല, ജസ്റ്റ് കേട്ടവർ, ജസ്റ്റ് ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്, ദാറ്റ്സ് ഓൾ. യെസ്, ഉസ്മാൻകുട്ടി സാറ് കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. യെസ്, മുഹമ്മദ് കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് ഷാജാൻ കൈ ഉയർത്തത്. യെസ്, അബ്ദുൽ ഗഫൂർ സാർ കേട്ടിട്ടുണ്ട്. ഓക്കെ, തൊയ്യബ് സാർ കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫേമസ് ബുക്കാണ്, ഇംഗ്ലീഷ് അറിയുന്നവർ വായിക്കുക. മലയാളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം എൻ്റെ കൂടുതൽ വായന ഇംഗ്ലീഷിലാണ് വരാറ്, അതുകൊണ്ട് അറിയില്ല എനിക്ക്. Yes, that's a correct word. The magic of thinking big. That's a correct word. Who said it? Husna, very good. Husna, very good. Husna Pandikar. The magic of thinking big. That's the correct name. എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾ മുമ്പായിട്ടാണ് ഞാൻ വായിച്ചത് ആ പുസ്തകം. 3 വർഷങ്ങൾ മുമ്പ് വായിക്കണം. ഒരു റെഫർ ചെയ്യാണെങ്കിൽ കൂടി ശരിയായ വായന നടന്നത് ബിഫോർ 15 ഇയേഴ്സ് ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, എനിവേ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എത്രാമത്തെ പോയിന്റ് ആണ് പറഞ്ഞത്? 6th point was തിങ്കിങ് ബിഗ്, ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അതാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ നമ്മൾ നിശ്ചിത ഇടവേളയിൽ, നേരത്തെ ഗഫൂർ സാർ പറഞ്ഞല്ലേ, ചില ആളുകൾ മാസത്തിൽ ഇരിക്കുന്നവരുണ്ട്, ആഴ്ചക്ക് ഇരിക്കുന്നവരുണ്ട്, മാസ്റ്റർ മൈൻഡിൽ എന്താ പറയുക 2 ആഴ്ചകളിൽ ഇരിക്കുന്നവരുണ്ട്, 3 മാസത്തിൽ 2 മാസത്തിൽ ഇരിക്കുന്നവർ. നിശ്ചിത ഇടവേളയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമ്പർ 7 നോക്കാം. 7ാമത്തെ ബെനിഫിറ്റ് എന്താണ്? കൊളാബറേഷൻ ആൻഡ് കോപ്പറേഷൻ ഉണ്ടാണ്, അല്ലെ? പരസ്പരം കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബൈ ദ വേ ഈ ഗ്രൂപ്പിൽ നമ്മുടെ
അദ്നാൻ ആൻഡ് ജാസർ ഉണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അദ്നാൻ ആൻഡ് ജാസർ കൊളാബറേറ്റ് ആൻഡ് കോപ്പറേഷൻ അല്ലെ, പരസ്പരം സഹകരിക്കുക, സഹവർത്തിച്ച് മുന്നോട്ട് പോവുക, കോപ്പറേഷൻ. ഇതിനൊക്കെയുള്ള അവസരം കിട്ടാണ് അല്ലെ, പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ കോപ്പറേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വേണം 8ാമത്തെ ബെനിഫിറ്റ്. യെസ്, മുഹമ്മദ് അലി. ഓക്കെ, അദ്നാൻ ആൻഡ് ജാസർ ഉണ്ടോ? നമ്മുടെ കോഴ്സിലുണ്ടോ? സെഷനിൽ ഉണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് 8.1 ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ നെറ്റ്വർക്ക് അല്ലെ. BNA ഒക്കെ കേട്ടില്ല? BNA അറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു എല്ലാവർക്കും അറിയാം, എന്നാലും വെറുതെ ഒന്ന് ഒരു എൻഗേജ് ആകാൻ വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. അല്ല, BNI എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. BNI ടൈപ്പ് BNI. BNI കുറിച്ച് അറിയുന്നവർ BNI എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ. ഓക്കെ, ടൈപ്പ് ചെയ്യാം. കമാൺ, BNI 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 BNI. കമാൺ, അറിയുന്നവരൊക്കെ BNI എന്ന് ടൈപ്പ് ചെയ്തു. 3 അക്ഷരമല്ലേ ഉള്ളൂ, ഓൺലി 3 വേർഡ്, സോറി ലെറ്റർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ BNI പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു BNI ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് മാസ്റ്റർ മൈൻഡ് സെഷന്റെ മറ്റൊരു ഗുണം. എന്താണ്? നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നെറ്റ്വർക്കിലൂടെ ഉള്ള ഗുണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആസ് എ ബിസിനസ് മാൻ എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്ത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതാണ് 8ാമത്തത്. 9, സോൾവ് സെവറൽ പ്രോബ്ലംസ് ഇൻ ബിസിനസ്. ബിസിനസ്സിലുള്ള ഒരുപാട് പ്രോബ്ലം സോൾവിങ് നടക്കുന്നു. പ്രോബ്ലം സോൾവിങ്. ഓക്കെ അല്ലെ, നേരത്തെ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. ആ ഡിസിഷൻ മേക്കിങ്ങിലൂടെ ഒക്കെ കടന്നു പോയി അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. 10th one, 10ാമത്തത് സൂപ്പർ ചാർജ് യുവർ എനർജി അല്ലെ. എനർജി. എത്ര പേരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്ന് കാണിച്ച് ഒരു സെക്കൻഡ്. ഞാൻ ഇതിന്റെ മോഡ് മാറ്റിട്ടെ, എന്നാലും എനിക്ക് കാണാൻ പറ്റും. എത്ര പേര് അവരവരുടെ മൊബൈൽ ജസ്റ്റ് മൊബൈൽ ഒന്ന് എടുത്ത് കാണിച്ച. വീഡിയോ ഇല്ലേ? കുറെ പേര് വീഡിയോ ഓൺ ആക്കുക. വീഡിയോ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അവരുടെ മൊബൈൽ ഒന്ന് പൊക്കി കാണിച്ചിട്ട്. എന്റെ മൊബൈൽ വീടുണ്ട്, ഓഫിൽ വെച്ചില്ല. മൊബൈൽ ഒന്ന് പൊക്കി കാണിക്കും. മൊബൈൽ യെസ്, എവരിബഡി കമാൺ, ഷോ യുവർ മൊബൈൽ. മൊബൈലിലാണിത് ഉണ്ടെങ്കിൽ കാണിക്കണ്ടില്ല, മൊബൈലിലാണെങ്കിൽ അല്ലാത്തവർ കാണിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ: നിങ്ങൾ എത്ര ഇടവേളയിലാണ് മൊബൈൽ റീചാർജ് ചെയ്യാറ്? മൊബൈൽ റീചാർജ് ചെയ്യാറുണ്ടോ ഇല്ലയോ? ഇടക്കിടക്ക് റീചാർജ് ചെയ്യാറുണ്ടോ ഇല്ലയോ? ഉണ്ട് എന്ന് പറയുന്നവര് തംസപ്പ് വരും. മൊബൈൽ റീചാർജ് ചെയ്യാറില്ലേ? ഉണ്ടല്ലോ. യെസ് യെസ്. ഓക്കെ, ടൈപ്പ് ചെയ്യാം. യെസ് 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 ടൈപ്പ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ മൈൻഡിനും ഇടക്കിടക്ക് റീചാർജ് ആവശ്യമുണ്ടോ ഇല്ലയോ? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ, ദ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. മൈൻഡിന് റീചാർജിങ് ആവശ്യമുണ്ടോ ഇല്ലയോ? ജാസു ഡോക്ടർ കമാൺ, ആവശ്യമുണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറയുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. വെരി ഗുഡ്. യെസ് യെസ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. മൊബൈലിൽ റീചാർജ് ആവശ്യമുള്ളതുപോലെ നമ്മുടെ മൈൻഡിനും ഷുവർലി ഇറ്റ് നീഡ്സ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതേണ്ടല്ലോ ടോണി റോബിൻസിന്റെ ഷെയർ സ്ക്രീനിലേക്ക് വീണ്ടും പോയാൽ കാണാം. അദ്ദേഹത്തിന്റെ സൈറ്റിൽ നിങ്ങൾ നോക്കുക, കയറിയിട്ട് നോക്കുക. അദ്ദേഹത്തിന്റെ കോച്ചസിനെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ. ഞാനത് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, ഒരു ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. റെഡി നോക്കാം. നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് യെസ് യെസ്. ഈ സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ? സ്ക്രീൻ കാണാൻ പറ്റുമോ? ജസ്റ്റ് തംസപ്പ് വരാം. സ്ക്രീൻ കാണാൻ പറ്റില്ല? ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. നോക്കി നിങ്ങൾ അവിടെ എഴുതിയേക്കണം എന്താ, ഹൗ ടു ഫൈൻഡ് യുവർ ഓൺ ഗ്രേറ്റ് മെന്റർ ആൻഡ് മോഡൽസിൽ താഴെ സ്റ്റാർട്ടിംഗ് തന്നെ കൊടുത്തേക്കണം. എന്താ അറിയാം? നോക്കൂ, ഒരു ജസ്റ്റ് വൺ മോമെന്റ്. ഇതാണ് I have had the privilege of coaching 50 million people in 100 countries throughout the world. ലോകം മുഴുവനും 50 million people കോച്ച് ചെയ്യാൻ അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് I still place immeasurable value on being coached myself. അല്ല, ഇംഗ്ലീഷ് അറിഞ്ഞവർക്ക് ഓൾറെഡി മനസ്സിലായി കാണും. I still place immeasurable value, അതായത് എണ്ണിയാലൊടുങ്ങാത്തത്ര അല്ലെ, അത്ര ഹൈ പവർ വാല്യൂ ആണ് ഞാൻ നൽകുന്നത് എന്തിന്? ഓൺ ബീങ് കോച്ച്ഡ് മൈസെൽഫ്. എന്നെ കോച്ച് ചെയ്യപ്പെടാൻ, ഞാനും കോച്ചിങ്ങിന് ആവേണ്ടതുണ്ട് എന്ന വിഷയത്തിൽ എനിക്കും കോച്ചിങ് കിട്ടണം. ആരാ പറയണത്? ലോകത്തിന്റെ മഹാഗുരു ഈ വിഷയത്തിൽ, ബിസിനസ് ടൈക്കൂൺ, 63 ഹൈ ബിസിനസ്സിലാണ്. അതുപോലെ തന്നെ റിച്ചർഡ് ബ്രാൻസനെ കേട്ട ആളുകൾ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്ത്. How many people have heard about Richard Branson? Come on, Richard Branson. Virgin കമ്പനിയുടെ ഉടമയായ റിച്ചർഡ് ബ്രാൻസൺ കേട്ടവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. Come on.
യെസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിച്ചർഡ് ബ്രാൻസൺ. ഓക്കെ, റിച്ചർഡ് ബ്രാൻസന് ടോട്ടലി 400 കമ്പനിയാണ്, 400 കമ്പനീസിന്റെ ടോട്ടൽ. വെർജിൻ എയർലൈൻസ് അടക്കമുള്ള 400 കമ്പനിയാണ്. 400 കമ്പനികൾ അദ്ദേഹത്തിന് കോച്ചുണ്ട്, മെന്ററുണ്ട്. മീൻസ് അദ്ദേഹത്തിന്റെ മൈൻഡും റീചാർജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടോണിയും അതുപോലെ റിച്ചർഡ് ബ്രാൻസൺ അങ്ങനെ ഹൈ ലെവൽ എല്ലാവരും ഇവരൊക്കെ ചാർജ് ചെയ്യാനുള്ള ആളുകൾ അവിടെ വെച്ചിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റീചാർജിങ്. അതും നമ്മുടെ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന സൂപ്പർ ചാർജ് ചെയ്യുന്ന നമ്മുടെ എനർജി. അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, ആൻഡ് അഡ്മിൻ ഷെയർസ്കിൻ ഒഴിവാക്കിയത് എത്രാമത്തെയാണ് നമ്മൾ എത്തിയത്? 10, 11. ടോട്ടൽ 12ആണ്. ശേഷം നമുക്ക് ഷെയറിംഗിലേക്ക് പോകാം. 11, വി ക്യാൻ ഡെവലപ്പ് സക്സസ് ഹാബിറ്റ്സ്. ഈ ചർച്ചയിലൂടെ മാസ്റ്റർ മൈൻഡിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സക്സസിന്റെ ഹാബിറ്റ്സുകളെ നമുക്ക് ജനറേറ്റ് ചെയ്തുകൊണ്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലാണ് 11ാമത്തെ മാസ്റ്റർ മൈൻഡിങ്ങിന്. ഈ സെഷൻ ഗ്രൂപ്പ് ഈ ഒരു എൻവയോൺമെന്റിൽ ഇരിക്കുമ്പോൾ അവിടുത്തെ ബിഹേവിയർ, ഇത്തരത്തിലുള്ള ബിഹേവിയർ ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും സക്സസ് ഹാബിറ്റ്. ഓക്കെ, ലാസ്റ്റ് വൺ, ലാസ്റ്റ് ആൻഡ് ലീസ്റ്റ്. ലാസ്റ്റ് അല്ല, ഞാൻ നോട്ട് ചെയ്തതിലെ ലാസ്റ്റ്, അങ്ങനെ മനസ്സിലാക്കുക. ഇത് ലാസ്റ്റ് അല്ല, ഒരുപാട് ഗുണമുണ്ട്, പിന്നീട് ഒരുപാട് ബെനിഫിറ്റുകൾ. 12ാമത് ഞാൻ നോട്ട് ചെയ്തതാണ്. എന്താണ്? ആക്സലറേറ്റ് ബിസിനസ് ഗ്രോത്ത്. അൾട്ടിമേറ്റ് സംഭവിക്കുന്നത് ബിസിനസ് ഗ്രോത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിലൂടെ. ഓക്കെ, ഇത്രയും ഗുണങ്ങളുള്ള ബെനിഫിറ്റുകളുള്ള ഒരു മഹാ സെഷനാണ് മാസ്റ്റർ മൈൻഡ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഹൈ ലെവലിലൊക്കെ ഹൈ പേ ചെയ്തിട്ടൊക്കെയാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്സിന്റെ നെറ്റിൽ നോക്കിയാൽ പറഞ്ഞ ടോണിയുടെ റിസർവേഴ്സ് അങ്ങനെ ട്രൈബേഴ്സിന്റെ ഒക്കെ കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, എനിവേ എന്തൊക്കെയാണ് ഇതിലൂടെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് മനസ്സിലാക്കി നമ്മൾ. ഇനി നെക്സ്റ്റ് വൺ ഈസ്, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, നമ്മുടെ മാസ്റ്റർ മൈൻഡ് സെഷൻ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ സക്സസ് ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ഷെയർ ചെയ്യാം? സക്സസും ചാലഞ്ചുകളും. ആദ്യം സക്സസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. നിങ്ങളുടെ സക്സസ് സ്റ്റോറി സെലക്ട് ഷെയർ ചെയ്യാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മൾ ഈ കോഴ്സിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ നമ്മുടെ കാലിക്കറ്റ് വെച്ച് നടന്ന ബിസിനസ് ഗ്രോത്ത് മാസ്റ്ററി, ആ ഗ്രോത്ത് മാസ്റ്ററിയുടെ ശേഷം നിങ്ങൾക്കുണ്ടായ നിങ്ങളുടെ ബിസിനസ് സക്സസ്, നിങ്ങളുടെ സെയിൽസിലായിരിക്കാം, ബിസിനസിന്റെ മറ്റ് മാനേജ്മെന്റ് രംഗത്തായിരിക്കാം, ഏത് രംഗത്തായിക്കോട്ടെ, അത്തരത്തിലുള്ള സക്സസിനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന നമ്മുടെ ടോപ്പിക്. ഓക്കെ, ക്ലിയർ ആയിട്ട് ആ കോൺട്രിബ്യൂഷനിലൂടെ, ആ ഒരു കൺസെപ്റ്റിലൂടെ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി. കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ഇവിടെ തീർന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാൻ കഴിഞ്ഞ തവണ ജെസിക്കനോട് ഈ കോൺട്രിബ്യൂഷന്റെ അടുത്ത ലെവലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ലെവൽ ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ എനിക്കൊന്ന് മനാഫ്കാരോടും സംസാരിച്ചിരുന്നു, അതല്ലേ? സംസാരിച്ചില്ല നമ്മൾ? യെസ്. അപ്പൊ രണ്ടുപേരും ഒരേ തവണ ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത്. ഞാൻ മനാഫ്കാരോട് കംപ്ലീറ്റ് പറഞ്ഞില്ല, ജെസിക്കനോട് ആസ് ഇറ്റ് ഈസ് പറഞ്ഞിരുന്നു. പക്ഷെ ജെസിക്കനെ ആരും വിളിക്കേണ്ടതില്ല, ആ സീക്രട്ട് നിങ്ങൾക്ക് ജെസിക്ക ഒഴിവാക്കി തരില്ല. നമുക്കറിയാം നമ്മുടെ കോഴ്സെല്ലാം പോകുന്നത് എന്താണ്? ഒരു സീക്രട്ട് ആണ്. എന്നിട്ട് അത് റിവീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊരു ഒരു ഫീലാണുള്ളത്, ആ ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ ഒറ്റ വാക്ക് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കോൺട്രിബ്യൂഷന്റെ നെക്സ്റ്റ് ലെവലുണ്ട്, അത് അഡ്വാൻസ്ഡ് ലെവലാണ്. അഡ്വാൻസ്ഡ് ലെവൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷനെ സ്പെസിഫിക് ആയിട്ട് കൈകാര്യം ചെയ്തിട്ട് ആ കോൺട്രിബ്യൂഷനിലൂടെ ഉണ്ടാകുന്ന നിങ്ങളുടെ മാസത്തിലെ ഇൻകം എത്രയാണെന്ന് നമ്മൾ കണക്കാക്കുന്നു. മാത്തമാറ്റിക്സ് ആണ് കംപ്ലീറ്റ്. ആ ഇൻകം ഇപ്പൊ ഫോർ എക്സാമ്പിൾ 10 lakh 10 ലക്ഷമാണ് നിങ്ങളുടെ എല്ലാം കഴിച്ചിട്ടുള്ള ഇൻകം എങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിന്റെ ഇൻകം എങ്കിൽ, അതിന് നേരെ ഡബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എത്രയാണ് ഡബിൾ വരുന്നത്? 10 ലക്ഷത്തിന്റെ ഡബിൾ എത്രയാണ്? 20 lakh അല്ലേ? ഈ 20 lakhലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ട് ടെക്നിക്കുകളാണ് കംപ്ലീറ്റ്. പിന്നെ അതിന്റെ അടുത്ത ലെവൽ നിന്ന് കോൺട്രിബ്യൂഷന്റെ അടുത്ത ലെവൽ, പിന്നെ അത് നമ്മൾ ട്രിപ്പിൾ ആക്കും അടുത്ത ലെവലിലേക്ക്, 30 അല്ലെങ്കിൽ ഡബിൾ ആക്കും, എന്താ പറയാ 30 lakhലേക്ക് ആക്കും. ആ 30 lakhലേക്ക് എത്താനുള്ള സീക്രട്ടുകൾ ആ ലെവലിലാണ് കോൺട്രിബ്യൂഷന്റെ ലെവൽ. അടുത്ത ലെവൽ അത് ഹയർ ലെവലാണ്, അത് എന്താ പറയാ അഡ്വാൻസ് ലെവലാണ്. അതുകൊണ്ട് തന്നെ ആരാണോ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രഖ്യാപിച്ച ആ കോച്ചിങ് സെഷനിലേക്ക് ചേർന്നത് അവർക്കുള്ള സീക്രട്ട് പഠനത്തിന്റെ പാഠ്യപദ്ധതിയിൽപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ലെറ്റ് മീ കീപ് ഇറ്റ് സാക്രഡ് സീക്രട്ട് ആസ് എ സാക്രഡ് സീക്രട്ട് ആയിട്ട്. അല്ലെ, ജാസ്മിൻ സാറൊക്കെ ചേർന്നില്ല? അടുത്തേക്ക് ചേർന്നല്ലോ അല്ലെ? നിഹാല ചേർന്നിട്ടുണ്ടായിരുന്നു, കോച്ചിങ് സെഷൻ ചേർന്നു, ജാസ്മിൻ സാർ ചേർന്നിരുന്നു, ഗഫൂർ സാർ, അബ്ദുൽ ഗഫൂർ സാർ ചേർന്നിരുന്നു, മൻസൂർ ചേർന്നിരുന്നു,
മുഹമ്മദ് അലി അതിക്കോട് ചേർന്നു ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചേർന്നില്ല ഒരു തംസപ്പ് വരിക. ചേർന്നില്ലെങ്കിൽ ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ മനസ്സിലാക്കുക, ഇറ്റ്സ് നെവർ എൻഡിങ്. ഈ സീക്രട്ടുകളും ഈ എന്താ പറയാ നെവർ എൻഡിങ് ആണ്. നമ്മൾ ഇവിടെ തീരാൻ പോകുന്ന. ഓക്കെ, ഇനി ഞാൻ സമയം കളയുന്നത് നിങ്ങളുടെ അവസരമാണ്. എന്താ പറഞ്ഞത്, നമ്മുടെ ഫസ്റ്റ് മാസ്റ്റർ മൈൻഡ് സെഷൻ എന്ന നിലക്ക് ആദ്യം സെലക്ട് ചെയ്യുന്ന വിഷയം നമ്മുടെ കോഴ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായ സക്സസ് സ്റ്റോറിയുടെ ഷെയറിംഗ് ആണ് നടക്കാൻ പോണത്. അപ്പോ ആരാണ് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ തയ്യാറാന്നുള്ളത് കൈവക്കുക. വോയിസ് റെഡി ഫോർ ഫസ്റ്റ് ടൈം. എന്തൊക്കെ സക്സസ് ആണ് അതിലൂടെ സ്പെസിഫിക്കലി അതിലൂടെ കടന്നുപോയപ്പോൾ, അത് ബ്ലസ് ദാറ്റ് വിച്ച് യു വണ്ട് ആയിരിക്കാം, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ആയിരിക്കാം, സർവീസ് എന്ന ലെവലിൽ പറഞ്ഞത് വാട്ട് എവർ ഇറ്റ്സ്, ചില തെറാപ്പിയിലൂടെ ഉണ്ടായ മാറ്റങ്ങളായിരിക്കാം, വാട്ട് എവർ ഇറ്റ്സ്. എന്തൊക്കെയാണ് ആക്ച്വലി ഉണ്ടായ ചേഞ്ചസുകൾ, മാറ്റങ്ങൾ, ദ റിയൽ ചേഞ്ച്. 3 to 5 minutes ആക്കാം. 3 to 5 minutes. Okay. Entrepreneurs are leaders. Take the leadership. Yes. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ കോഴ്സിൽ പറയാറുണ്ട്, ഹൈ ലെവൽ കോഴ്സിൽ പറയാറുണ്ട്, വലിയ ഗുരുക്കന്മാർക്ക് ഷോയിങ് അപ്പ് ഈസ് ദ ഫസ്റ്റ് സൈൻ ഓഫ് സക്സസ് എന്നാണ്. നമ്മൾ സ്വയം റെഡിയായി വരിക, ഷോപ്പ് ചെയ്യാം. ഷോപ്പ് എന്ന് പറഞ്ഞാൽ ആളെ കാണിക്കാൻ പാടില്ല, നമ്മൾ അരീനയിലേക്ക് വരിക എന്നുള്ളതാണ് സക്സസിന്റെ ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത്. ഓക്കെ, the first person is Mr. Manaf, so I would like to welcome Mr. Manaf on the stage. Come on everybody, come on. Yes. കഴിഞ്ഞ നമ്മുടെ ഗ്രോത്ത് മാസ്റ്റർ സെക്ഷൻ കഴിഞ്ഞ ശേഷം എന്റെ ഒരു മെന്റൽ ഉള്ളിലുള്ള ഒരു മാറ്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി ഐസ്ക്രീം മാർക്കറ്റിംഗ് എന്ന ആളാണ്. അപ്പൊ ഐസ്ക്രീം മാർക്കറ്റിംഗ് എന്താ പറഞ്ഞാൽ ഇത് മെൽട്ടായി പോകുന്നത് പോലെ തന്നെ ഇത് ഒരു കുറച്ച് റിസ്ക് പിടിച്ച ബിസിനസ്സും കൂടിയാണ്. കാരണം ടൈമിങ് കീപ്പ് ചെയ്യണം, കൃത്യ ടൈമിന് എത്തണം ഈ സാധനം. കാരണം ഒരു കല്യാണ പാർട്ടി കാര്യങ്ങളൊക്കെ ഉച്ചക്ക് ഫംഗ്ഷൻ നടക്കുക 12 മണിക്കാണെങ്കിൽ ഇതൊരു 11 മണിക്ക് എത്തേണ്ട സാധനമാണ്. അത് 1 മണിയായി പോകാൻ പാടില്ല, 10 മണിയായി പോകാനും പാടില്ല. അപ്പൊ ടൈമിങ് കീപ്പ് ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്. അപ്പൊ പൊതുവെ ഞങ്ങൾ സ്ഥാപനം ഞായറാഴ്ച ലീവാണ്. അപ്പോൾ എല്ലാവരും ലീവാണുള്ള സാധാരണഗതിയിൽ സാധനങ്ങൾ ഓർഡറൊക്കെ പറയും, പാർട്ടി ഓർഡറും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറയുന്നതാണ്. ഞായറാഴ്ച ലീവുള്ള ദിവസം ഒന്ന് ഫ്രീ ആവുന്ന ദിവസം കൂടിയാണ്, റിസ്ക് ഉള്ള ബിസിനസ് ആയതുകൊണ്ട്. അപ്പോ ഇത് ഗ്രോത്ത് മാസ്റ്റർ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ഞായറാഴ്ച എനിക്ക് ഒരു കോള് വന്നു. തലേന്ന് സാധനം എടുത്തു വെക്കാത്തൊരു ഷോപ്പുകാരൻ വിളിച്ചു. അപ്പൊ സാധാരണഗതിയിൽ എനിക്ക് ഈ വിളിക്കുമ്പോൾ തന്നെ ഞായറാഴ്ച ആണല്ലോ എന്നുള്ള, ഇയാളെ കോള് വരുമ്പോൾ തന്നെ എന്തോ ഒരു സാധനമാണ് എന്നുള്ള എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു. ഇത് പണിയായല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഐ ആം എ കോൺട്രിബ്യൂട്ടർ എന്നാ വന്നത്. ആ വരുമ്പം തന്നെ എന്താ പറയാ, എന്റെ ആ ഒരു എനർജി ലെവൽ ആകെ ചേഞ്ച് ആയി. പോസിറ്റീവ്. അത് മാത്രല്ല, ഇപ്പൊ ഞാൻ എന്താ പറയാ, ഒരു വലിയൊരു വർക്ക് കഴിഞ്ഞ് വരികയാണ്. ഒരു വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ നീണ്ട ഒരു ഹയർ വർക്ക്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്. അതിന്റെ ഒരു ടയേർഡ് എന്റെ ബോഡിയിലുണ്ടായിരുന്നു. ആ കോൺട്രിബ്യൂട്ടർ എന്ന് ഇപ്പൊ പറയുമ്പോൾ തന്നെ അതിന്റെ ഹയർ ലെയർ കഴിയും, വർക്കല്ല ഏരിയാവുമായിരുന്നു എനിക്ക്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ അയാളോട് ഞാൻ പിന്നെ ആ കോൺട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിലാണ് ഞാൻ സംസാരിക്കുന്നത്. അയാൾ എനിക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അയാളെ ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ചെയ്തു. അപ്പൊ അയാൾ ചോദിച്ചു ഇങ്ങനെ ലീവാണ്, അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതെന്ന് വെച്ചു. പിന്നെ എനിക്ക് കുറച്ച് സാധനം കിട്ടാനുള്ള ഒരു ഏർപ്പാട് നിങ്ങൾ ചെയ്തു തരുമെന്ന് വെച്ചു. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്തു തരാമെന്ന്. അപ്പോ ഞാൻ പറഞ്ഞ നല്ലൊരു കാര്യം ചെയ്യും, ഞങ്ങളൊരു വണ്ടി വിട്ടുതരുമെന്ന് വെച്ചു. അപ്പൊ നിങ്ങളൊരു വണ്ടി അയച്ചു തരുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് ഞായറാഴ്ച ലീവാണ്, അപ്പൊ സ്റ്റാഫുകളൊക്കെ മാനേജ് ചെയ്യേണ്ടത്, അവർക്കൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ. 5 ദിവസം ഫുൾ 6 ദിവസം ഫുൾ വർക്ക് ചെയ്തിട്ട് അവരെ രണ്ടാമത് വിളിച്ചിട്ട് ഒരു ലീവുള്ള അവരെ പ്രൊട്ടക്ട് ചെയ്യണം, ഇയാളെ കാര്യം നടത്തണം. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഒരു വണ്ടി അയച്ചു തരാൻ പറ്റുമോ? ഞാൻ എന്ത് ചെയ്തു തരാം, എടുത്തു തരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. ഞാൻ അപ്പൊ തന്നെ അതിന് റെഡിയായി, സാധനം വന്നു, സാധനം കൊടുത്തു. അയാളെ ഹാപ്പി, ഞാനും ഹാപ്പി. ഹാപ്പി ലെവൽ എത്തുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമായിരുന്നു. അല്ലാണ്ട് ഭയങ്കര സ്ട്രെസ് ആയിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത്. എനിക്ക് ആ വേർഡ് മനോജ് സാർ പറയുമ്പോൾ എനിക്ക് ഓർമ്മ ചെയ്ത പോലെ എല്ലാവർക്കും ശ്രദ്ധിച്ച് കേൾക്കണ്ടല്ലോ, എല്ലാവരും കേൾക്കുക. കാരണം എവിടെയെങ്കിലും നിങ്ങളുടെ ചെറിയ ചെറിയ ക്ലൂകൾ കിട്ടും, അവരുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനുള്ള ക്ലൂകൾ കിട്ടാൻ പോകണം. ഞാനും ഇടയ്ക്ക് സംസാരിക്കും, അദ്ദേഹത്തിന് രണ്ടിലൂടെ കിട്ടും. നമ്മൾ സാധാരണ പറയുന്നൊരു പോയിന്റ് ഇതാണ്, അതായത് $1 million
ബിസിനസ് വിത്ത് ബില്യൺ ഡോളർ ഹെഡേക്ക്. ചോയ്സ് നമ്പർ 1. കമോൺ, എന്താണ് ചോയ്സ് നമ്പർ 1? എന്താണ്? $1 million ബിസിനസ് വിത്ത് ബില്യൺ ഡോളർ ഹെഡേക്ക്. ഇതാണോ വേണ്ടത്? കൂടി ഉണ്ടോ? വേണ്ടേ വേണ്ട. I repeat it again to everybody. $1 million business with $1 billion headache. ഇതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതല്ല $1 million business with $1 trillion happiness. $1 trillion happiness and peace of mind. ഇതാണോ വേണ്ടത്? ആദ്യം പറഞ്ഞതാണോ വേണ്ടത്? കമോൺ എവരിബഡി. ആദ്യം വേണ്ട ആദ്യത്തെ എല്ലാം, രണ്ടാമത്തെ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഏതാണോ വേണ്ടത്? നിങ്ങൾ ഇഷ്ടം. As you like. ചില ആൾക്ക് മതി, ഹെഡേക്ക് ഓൾറെഡി മതിയെങ്കിൽ as you like. 1 or 2 ടൈപ്പ് ചെയ്യാം. ഏതാണ് 1 or 2? ടൈപ്പ് 1 or 2. Your choice. Okay, 2 എഴുതി വെക്കരുത്. ഇനിയെങ്കിലും മനസ്സിലാക്കി, NLP എന്നുള്ള ഒരു മഹാ അത്ഭുതമാണ് ഈ സാധനം. ബിസിനസ് ലോകത്ത് ഏറ്റവും കൂടുതൽ NLP പ്രചരിപ്പിച്ച ടോണിയൊക്കെ കാട്ടുന്ന അത്ഭുതങ്ങൾ എന്താ? അദ്ദേഹം 500 ഫോർച്യൂണിലുള്ള ആളാണ്. 62 ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആണ് അദ്ദേഹം. ശരി ആളൊന്നുമല്ല. മനസ്സിലായല്ലോ? തന്നെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഇതൊന്നും നിങ്ങൾക്ക് എവിടെ കിട്ടില്ല. ഇത് പറഞ്ഞു പോകണം. നമ്മൾ തിയറിയാണ്. നമ്മൾ ഓരോ കോഴ്സിലൂടെ ആപ്ലിക്കേഷൻ ലെവലേ നമ്മൾ ഫിസിക്കൽ ക്ലാസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോച്ചിങ് സെഷനിൽ ഓരോന്നും നിങ്ങളുടെ നരമ്പിലേക്ക് കയറ്റമാണ്. കോച്ചിങ്ങിൽ ചേർന്ന പല ആളുകൾക്ക് അറിയാലോ. നിങ്ങൾ ഓൾറെഡി മെന്റലി സ്റ്റാർട്ട് ചെയ്ത് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇൻജക്ട് ചെയ്ത് കയറ്റാൻ പോണ ഈ സാധനം. എന്ത്? $1 trillion ഹാപ്പിനെസ്. $1 million ബിസിനസ് വിത്ത് $1 trillion ഹാപ്പിനെസ്. നമുക്കറിയാം കുറഞ്ഞ കാലം നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ പോകുന്നത് അല്ലെ. ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് ഈ ലോകത്ത് പോകുമ്പോ ഈ പറഞ്ഞ $1 trillion എന്താ കൊണ്ടുപോയി? ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെ. $1 trillion ഉള്ള ആളും കാലിയായിട്ടാണ് ഈ ലോകത്ത് പോകുന്നത്. $1 ഇല്ലാത്ത ആളും ഒരു രൂപ ഇല്ലാത്ത ആളും ഒന്നുമില്ലാതെയാണ് പോകുന്നത് ഈ ലോകത്ത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ അല്ലെ, ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യുമ്പോൾ ജോയ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യണോ അതല്ല ടെൻഷനായിട്ട് ബിസിനസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. Are you with me, everybody? എൻ്റെ കൂടെ ഉണ്ടോ? ഗഫൂർ സാർ എൻ്റെ കൂടെ ഇല്ലേ? ഈ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അല്ലെ, സാധാരണ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കാത്ത ഒരു വിഷയത്തിലേക്ക് ചാടി വരികയാണ്. പല കോഴ്സുകളിലും ലെഗസി ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ കേട്ട് കാണും അല്ലെ. ഗഫൂർ സാർ കേട്ടില്ലേ? ലെഗസി ഉണ്ടാക്കുക അല്ലെ. നമ്മൾ പരിചയത്തിലൂടെ വമ്പ ലെഗസി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നൊക്കെ. ഞാൻ പറയാറ് ഇങ്ങനെയാണ്, ലെഗസി ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഫാലസി. ലെഗസി ഇസ് എ ഫാലസിയാണ്. നമ്മൾ മരിച്ചു പോയിട്ട് കുറെ ആളുകൾ നമ്മളെ പറ്റി പോയിട്ട് പറഞ്ഞോണ്ട് നമുക്ക് അവിടെ എന്ത് കിട്ടാനാണ്? എന്ത് സംഭവിക്കാനാണ്? ഇപ്പോ ഈ നിമിഷം ഈ ജീവിതത്തിൽ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണോ വേണ്ടത് എന്റെ ചോദ്യം. ഈ മൊമെന്റ് ഹിയർ ആൻഡ് നൗ, ഇപ്പൊ ഇവിടെ. കാരണം കൂട്ടി ആവർത്തിക്കണം എന്താണ്? $1 million ബിസിനസ് വിത്ത് $1 trillion പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ്. ഓക്കെ, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ അബ്ദുൽ മനാഫ് സാർ പറയാം. ഒരു കാര്യം ഉറപ്പല്ലേ മനാഫ് സാർ? അതായത് ആ ഹാപ്പിനെസ്സോടുകൂടി അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ആന്തരിക സമ്പത്ത് കിട്ടുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് അതിലൂടെയുള്ള റെമ്യൂണറേഷനായ വരുമാനം വന്നില്ല. അത്രയും പ്രോഫിറ്റും കാര്യം അത്രയും കണ്ട് വന്നോ ഇല്ലയോ? കൂടിയോ ഇല്ലയോ? പ്രോഫിറ്റും കാര്യം വന്നു. ഞാനും മൂപ്പരായിട്ട് നല്ലൊരു ബന്ധം കൂടി ക്രിയേറ്റ് ചെയ്തെന്ന് ഫീൽ ചെയ്തു. ആളുടെ സംസാരത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ബന്ധം കീപ്പ് ചെയ്താണ് പിന്നെ ഓക്കെ. പഴയ ആൾക്ക് നമ്മൾ പറയാറ് ഒരാൾക്ക് 250 ആളുകളായിട്ട് ബന്ധം ഉണ്ടാവുന്ന ചുരുങ്ങിയത്. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യന് 250 ആളുകളായിട്ട് ബന്ധം ഉണ്ടാവുന്ന പഴയ കാലത്ത്. ഇപ്പൊ എത്ര പറയാം? നിങ്ങളുടെ അഭിപ്രായം പറയും. ഈ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും സോഷ്യൽ മീഡിയ ഈ ലോകത്ത് ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് എത്ര ആളായിട്ട് ബന്ധം ഉണ്ടാകാനാണ് സാധ്യത? എവരി ടൈപ്പ് നിങ്ങളുടേതായ ഒരു അറിവ് വെച്ച് ടൈപ്പ് ചെയ്യാം. മുമ്പൊക്കെ പറയാറ് അങ്ങനെയാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ്, ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് പഴയ കാലത്തൊക്കെ നമ്മൾ കേൾക്കാറും പറയാറ് അങ്ങനെയാണ്. ഒരാൾക്ക് ഒരു 250 ആളായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരാളായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി യു ആർ കണക്ടിങ് വിത്ത് 250 പീപ്പിൾ ടുഗദർ. ഒരുമിച്ച് 250 ആളായിട്ട് കണക്ഷൻ ഉണ്ടാക്കണം നിങ്ങൾ. ഇപ്പൊ എത്രയാ? ഒന്ന് ടൈപ്പ് ചെയ്യാം. കമാൺ എവരിബഡി ടൈപ്പ് ഇറ്റ്. അല്ല, അൺലിമിറ്റഡ് അർത്ഥത്തിലല്ല, ആക്ച്വൽ ബന്ധം. ആരുമായിട്ട് അൺലിമിറ്റഡ് ബന്ധപ്പെടാം. പക്ഷെ ആക്ച്വലി ഒരാൾക്ക് എത്ര ആയിട്ട് ബന്ധം ഉണ്ടാകും? ഇതാണ് ചോദ്യം. അറ്റ്ലീസ്റ്റ് ചുരുങ്ങിയത് മുമ്പ് 250 ആണ്. ഇപ്പൊ എത്ര? 500, 1000 ഓർ മോർ ദാൻ? കമാൺ. ഓക്കെ,
ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ മനോജ് സാറുടെ സമയം ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് സമയം ചുരുക്കാം. അത് പറയാണ്ട് അവസാനം 1 മിനിറ്റ്. എന്തെങ്കിലും ടു സേ? Yes, 3,000, 2,000. Okay, come on. ഒന്നും പറയാനില്ല. ആ സന്തോഷം ഇങ്ങനെ ആസ്വദിക്കാനേ ഉള്ളൂ. അപ്പൊ ബിസിനസ്സും സന്തോഷം ഒരുമിച്ചിട്ട് അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പറഞ്ഞത്? $1 million ബിസിനസ് വിത്ത് $1 trillion. അതായിരിക്കട്ടെ നമ്മുടെ സ്ലോഗൻ. അതേപോലെ അത് വലിയൊരു കാര്യം, ഞാൻ ഈ മാസം സാലറി കൊടുക്കുമ്പോ എന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഹാപ്പിനെസ് ആ ഫീൽ ചെയ്തു. അത് സാധാരണ ഹാപ്പി ആയിട്ട് കൊടുക്കുക എന്നുള്ളത്, ഇത് ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രിബ്യൂട്ടർ എന്നുള്ള നിലയിലുള്ള ഒരു വല്ലാത്തൊരു എന്താ പറയാ എനർജി ലെവലിലാണ് കൊടുക്കാൻ കഴിയും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. മാസ്റ്റർ മൈൻഡിന്റെ സക്സസ് സ്റ്റോറി ഡിസ്കഷന്റെ അടുത്ത ആള് നമ്മുടെ ഈ സ്റ്റൂയിഡ് ആപ്പിന്റെ ആളെവിടെ? സ്റ്റൂയിഡ് ആപ്പിന്റെ ഓണർ എവിടെ? അദ്ദേഹത്തിന് ഒന്ന് അൺമ്യൂട്ട്. കുട്ടികളുടെ ലേണേഴ്സ് ആപ്പാണ്. യെസ്. എവിടെ ഏത് ഭാഗത്ത് ഉള്ളത് കാണാത്ത? കേൾക്കുന്നുണ്ട്, കാണുന്നു. യെസ് കണ്ടു. യെസ്. ഓക്കെ, എങ്ങനെയൊക്കെ പറയാം ക്ലാസ് കഴിഞ്ഞ ശേഷമുള്ള സക്സസ് സ്റ്റോറി എന്താണ്? എന്തൊക്കെ മാറ്റങ്ങളാണ്? എന്തൊക്കെയാണ്? നമുക്ക് കുറെ കോൺട്രിബ്യൂഷന്റെ ആ ഒരു ലെവലിൽ തന്നെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നുള്ളൂ. നമുക്ക് ഇൻസ്റ്റന്റ് പെട്ടെന്ന് റിസൾട്ട് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ആ തലത്തിൽ നമുക്ക് എന്താ പറയാ, ഒരുപാട് കോൺട്രിബ്യൂഷന്റെ ഒരു പ്ലാനുകൾ തയ്യാറാക്കി അത്തരത്തിലുള്ള ബിസിനസ് ടോക്കുകൾ നടത്തിയതിനു ശേഷം റിജക്ഷൻ എവിടുന്ന് വന്നിട്ടില്ല. ഒരു റിജക്ഷനും ഇല്ല. പിന്നെ അതിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാം. ജെസിക്ക് സൂചിപ്പിച്ചു, നിങ്ങൾ മുമ്പ് സ്കൂളിൽ പോകുന്നതും ഇപ്പൊ സ്കൂളിൽ പോകുന്ന നിങ്ങളുടെ മെന്റൽ ഷിഫ്റ്റും അതിലൂടെ ഉണ്ടായ റിസൾട്ട്, അതൊക്കെ എങ്ങനെ പറയാം ഒന്നുകൂടി? ആദ്യം നമ്മുടെ ബിസിനസ് സ്റ്റോക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോ കൊടുക്കുന്നത് സർവീസുകളാണ്. കംപ്ലീറ്റ് കോൺട്രിബ്യൂട്ടർ എന്നുള്ള ലെവലിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്ന് ആ ഒരു ലെവലിലേക്ക് മാറിയപ്പോ ഒരു സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാം. നമുക്ക് മസ്റ്റ് മൈൻഡ് ആയതുകൊണ്ട് ടൈം എടുത്ത് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാം. ജനറൽ ആകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ. മുമ്പ് നിങ്ങൾ പോയിരുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ എന്ന നിലക്ക്, ആസ് എൻ ഓണർ അല്ല ബിസിനസ്സുകാരൻ എന്ന നിലക്ക് പോയി. ഇപ്പൊ ആസ് എ കോൺട്രിബ്യൂട്ടർ എന്ന നിലക്ക് പോയിരിക്കുകയാണ്. അവരെ ഹെൽപ്പ് ചെയ്യാനാണ് പോകുന്നത്, അല്ലെ? ശരിയല്ലേ പറഞ്ഞത്? അങ്ങനെ വാട്ട് വാസ് ദിയർ റെസ്പോൺസ്? അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? സ്പെസിഫിക് ആയിട്ട് എങ്ങനെ പറയാം? എന്താണ് വ്യത്യാസം? അവര് ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബിസിനസ് സ്റ്റോക്ക് സംഭവിക്കുമ്പോൾ ഒരുപാട് നമ്മളെ ബിസിനസ്സിൽ കുറെ ഉണ്ടാവുന്ന ഭാവിയിൽ ആലോചിച്ചിട്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ റിജക്ഷൻ സാധാരണ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇതിലിപ്പോ നമ്മളൊരു 40 ടീമുകളായിട്ട് ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ 40 ടീമുകളായിട്ട് സംസാരിക്കുമ്പോൾ ഒരു 5 റിജക്ഷൻ, അതെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ബിസിനസിനോട് താല്പര്യമില്ല എന്നുള്ള അത്തരത്തിലുള്ള ആൾക്കാര്. ബാക്കി 35ഉം നമുക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണുള്ളത്. വെരി ഗുഡ്. Big clap. Bless that which you want. Come on, bless that which. കാരണം 40 ആള് സംസാരിച്ചിട്ട് 5 ആള് റിജക്ട് ചെയ്ത്, ഇറ്റ് ഈസ് നെഗ്ലിജിബിൾ. അതൊന്ന് പരിഗണിക്കേണ്ടതാണോ? ആണോ? അല്ലല്ലോ. അതൊരു വിഷയമല്ല. മുമ്പ് ഏകദേശം എത്ര റിജക്ഷൻ ഉണ്ടായിട്ടുണ്ടാവും മുമ്പത്തെ അവസ്ഥയിൽ? മുമ്പ് നേരെ തിരിച്ചാണ്. 40 ആളെ മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10ൽ താഴെ അക്സെപ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 10ൽ താഴെ 30ലധികം റിജക്ഷൻ ആയിരുന്നു. ആ റിജക്ഷന്റെ റേറ്റ് ആണ് കുറഞ്ഞ് വന്നിട്ട് ഒരു 5. അത് സ്വാഭാവികമാണ്. കാരണം അവര് അതിന്റെ യഥാർത്ഥ ആവശ്യക്കാരായിരിക്കണം എന്നില്ലല്ലോ. സ്വാഭാവികമാണ്. റിയലി അവര് കാര്യം അല്ല, അവര് എന്താ പറയുക, ഇതിന് നോളജ് ഇല്ലാത്ത ആൾക്കാരാണ്. അത് കൃത്യമായിട്ട് അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ റിജക്ഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ അവര് നിങ്ങളുടെ സർവീസ് രംഗത്ത് നിങ്ങളുടെ സർവീസ് ആണല്ലോ. സർവീസ് നോട്ട് എ പ്രൊഡക്റ്റ്, ഇറ്റ്സ് എ സർവീസ്. അപ്പൊ നിങ്ങളുടെ സർവീസ് അവർ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു എന്നർത്ഥം. പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു. ദാറ്റ് മീൻസ് എന്താ പറയാ, പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താ പറയാ, ആ ലെവലിലുള്ള ഗ്രോത്ത് വരാൻ കിടക്കണം. ഗ്രോത്ത് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ് അല്ലെ? നിങ്ങളുടെ ഓൾറെഡി ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്തല്ലോ, അവർ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോ അത്തരത്തിലുള്ള ടീമുകളെ കൂടുതൽ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനത്തെ മാസിക റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള.
അപ്പൊ ഞാൻ നോക്കട്ടെ, ഈ 40 ആള് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരോരാൾക്ക് എത്ര കണക്ഷൻ ഉണ്ടാവും? നമ്മളിപ്പോ ഏകദേശം വർഷത്തേക്ക് 2000, 3000, 4000 കണക്ഷൻ ഉണ്ടല്ലോ ഒരാൾക്കും. കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 40 സ്കൂളുകളുമായിട്ടുള്ള ടോക്കാണ് ഈ പറയുന്നത്. അപ്പൊ ഒരു സ്കൂളിൽ 1000 പ്ലസ് സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പൊ 35 സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അത്രയും ബൾക്ക് ബിസിനസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി വരാനുള്ള. സ്കൂളിൽ 1000 കുട്ടികളെ നമ്മൾ മാത്ത് നോക്കുകയാണ്, മാത്തമാറ്റിക്സ് നോക്കുകയാണ്, 1000 × 35 സ്കൂൾ അല്ലെ, അങ്ങനെ നോക്കേണ്ടത്. പെട്ടെന്ന് കൂട്ടാൻ ഇത്രയും ആളുകളിലേക്ക് ഇത് റീച്ച് ഔട്ട് ചെയ്യാൻ പോയത്. അത് ഈ ലെവലിൽ കോൺട്രിബ്യൂട്ടർ ലെവലിൽ പോകുമ്പോൾ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന്റെ ഹാപ്പിനെസിന്റെ ലെവലിൽ $1 ട്രില്യൺ ഹാപ്പിനെസ് അല്ലേ വരുന്നത്? അല്ല $1 ട്രില്യൺ ഹാപ്പിനെസ് തന്നെയാണ് തീർച്ചയായും. അതാണ് നമ്മൾ ലെഗസിയിലേക്കല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? പല ക്ലാസ്സിലും ലെഗസിയിലെ ഇറ്റ്സ് എ ഫാലസി. ലെഗസി എന്നുള്ളത് ഇവിടെ ഹാപ്പിനെസ് തരാൻ പറ്റാത്ത അവർക്ക് പകരം വെച്ചൊരു സംഭവമാണ്. എന്താ ലെഗസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ? മരിച്ച ശേഷം വരാൻ പോകുന്ന പ്രശസ്തി. മരിച്ച ശേഷം നമ്മൾ പ്രശസ്തരാവണോ അല്ല ഹാപ്പി? ഇവിടെ ഈ നിമിഷമാണല്ലോ, ഇവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്നാൽ ഓട്ടോമാറ്റിക്കലി ഭയങ്കര അത്ഭുതം. ദിസ് ഇസ് മിറാക്കിൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ നിമിഷം ഹാപ്പി ജോയ് ആണെങ്കിൽ മരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമല്ലോ, സ്വാഭാവികല്ലേ? അതെ, തീർച്ചയായിട്ടും. ആ ഒരു സ്പിരിറ്റായിട്ട് ആ സോൾവായിട്ടല്ലേ പോകുന്നത്. നമ്മൾ ഹാപ്പിനെസിന്റെ സോളായിട്ടല്ലേ നമ്മൾ കടന്നു പോകുന്നത്. ഇതൊന്നും ഇല്ലാതെ ടെൻഷൻ അടിച്ച് ഇടങ്ങാറായി ഉറക്കുവഞ്ഞ് കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ച് ആ കൂടി കുറെ പടച്ചവനെയും ദൈവത്തെയൊക്കെ ചീത്തവർ, ഈശ്വരനെ ചീത്തവർ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മരിക്കുന്നെങ്കിൽ ഹാപ്പി ആയിട്ടാണ് മരിച്ചു പോകുന്നത്? ബിസിനസ് ചെയ്ത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത്? അല്ലല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ഒരു സോൾ ലെവലിലാണ് പോകുന്നത്. അപ്പൊ അവിടെയാണ് പ്രശ്നം വരുന്നത്. സത്യത്തിൽ ലെഗസിയിലേക്കല്ല, ലെഗസി ഇസ് എ ഫാലസിയാണ് ആക്ച്വലി. ഇവിടെ ഇപ്പോ ഈ നിമിഷം ഹാപ്പി ആവും, ബിസിനസ് ചെയ്യുന്ന ഓരോ മൊമെന്റിൽ ഹാപ്പി ആയിട്ട് ചെയ്യാം. ഓക്കെ, എനിവേ എന്നെ കൂടുതൽ പറയണമെങ്കിൽ പറയാം. ലാസ്റ്റ് ചാൻസ് ഫോർ സൈൻ. ഓക്കെ, ഇത്ര ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി വെയിറ്റ് ചെയ്യുന്ന വരും ദിവസങ്ങൾ കാത്തിരിക്കുന്ന ഇതാണ്. തീർച്ചയായിട്ടും റിസൾട്ട് വന്നിരിക്കും. കാരണം കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് കമ്മിങ് ഫ്രം അവർ ഡീപ്പർ മൈൻഡ് അഥവാ സൂപ്പർ കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഡക്റ്റ് ആണ് സാധനം. പ്രോഡക്റ്റ് നിങ്ങൾ വാക്ക് ശരിയല്ല, തൽക്കാലം ഒന്ന് പറയുന്നു മാത്രം. അങ്ങനെ അപ്പൊ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ വരുന്നത് കൊണ്ട് തന്നെ, സോൾ ലെവലിൽ വരുന്നത് കൊണ്ട് തന്നെ റിസൾട്ട് ഈസ് ഇൻഎവിറ്റബിൾ. റിസൾട്ട് വന്നിരിക്കും. Because this is a cosmic law. Okay, then. Okay, anyway, a big clap. Great and massive success and growth. Big clap. Thank you. That which you want. Bless that which you want. എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് മറ്റൊരാളെ അച്ചീവ് ചെയ്യുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. യെസ്. ആൻഡ് ദ മാസ്റ്റർ മൈൻഡിലെ തേർഡ് പേഴ്സൺ ആരാണ്? റെഡി എന്ന് ടൈപ്പ് ചെയ്യാം. ചാറ്റ് ബോക്സ് റെഡിയായി ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവരെ അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടുന്ന് അഡ്മിൻ അൺമ്യൂട്ട് ചെയ്യുന്നു, നിങ്ങളുടെ സക്സസ് സ്റ്റോറി പറയുന്നു. മനസ്സിലാക്കുക, സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ കോഡ് ഓഫ് ഓണർ ഓർമ്മയില്ലേ? സപ്പോർട്ടാണ് മറ്റുള്ളവർക്ക് എൻകറേജ് ആവാണ്. ആ രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. സ്പെസിഫിക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആവാം. ഓണ്ടർപ്രണേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണിത്. തീർച്ചയായിട്ടും നമുക്ക് സ്പെസിഫിക് ആവാം. നിഷാദ് സാർ, നിഷാദ് സാർ ഉണ്ട്. വിശ്വാസ് സാറിന് അൺമ്യൂട്ട് ചെയ്തേക്കും. അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദ്യം ഒന്നും ഇവിടെ ഇല്ല. ഇത് പിന്നെ നിങ്ങളുടെ ലീഡേഴ്സ് ആണ്, ഓണ്ടർപ്രണേഴ്സ് ആർ ലീഡേഴ്സ്. അൺമ്യൂട്ട് ചെയ്തേക്കും, അൺമ്യൂട്ട് ചെയ്യുന്നു, സംസാരിക്കും. ദാറ്റ്സ് ഓൾ. ഏതർ നിങ്ങൾ സ്വയം വരുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ നിഷാദ് സാർ, എങ്ങനെ പറയാം? നല്ല നമ്മൾ സ്വപ്നം കണ്ട മാറ്റങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കണ്ണടച്ച് കണ്ട സ്വപ്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 9 മണി മുതൽ 1 മണി വരെയുള്ള എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീറ്റ് ഫുള്ളാ, കംപ്ലീറ്റ് ആണ്. ഇത് സ്പേസ് ഇല്ല. 39 മെഷീൻ ഉണ്ട്. 39 മെഷീനും ഫുള്ളാ. കുട്ടികള് ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കാൻ വെയിറ്റ് ചെയ്യാം. അതായത് 9 മണി മുതൽ 1 മണി വരെയുള്ള 2 ബാച്ച് കംപ്ലീറ്റ് ആണ്. ഇപ്പൊ ഞാൻ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇന്നും ഒരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഒക്കെ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ആഡുകൾ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ സെഷനും ഉണ്ട്, അതേപോലെ തന്നെ മറ്റൊരു സെക്ഷനും കൂടെ ഉണ്ട്. അതായത് റെഗുലർ ആയിട്ടുള്ള ബാച്ചും ഉണ്ട്. ഞാനിട്ട ഗ്രൂപ്പില് ഗൂഗിൾ ഫോമില് 260 ആപ്ലിക്കേഷനാണ് വന്നു കിടക്കുന്നത്. 260 ആപ്ലിക്കേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ
ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാനന്ന് കണ്ണടച്ച് കണ്ട സ്വപ്നം 2 മാസം കൊണ്ട് 2 മാസത്തിന് മുന്നേ എന്തായാലും എന്റെ 4000 സ്ക്വയർ ഫീറ്റ് ഫുള്ളായിരിക്കും. ഇതാണ് ഞാൻ അന്ന് കണ്ട ആ ഒരു ആഗ്രഹിച്ച സംഭവം. അപ്പൊ എനിക്ക് ഭയങ്കര, കാരണം എന്റെ സ്റ്റാഫ് ആണെങ്കിലും എന്റെ ബാക്കി സപ്പോർട്ടിങ് ആണെങ്കിലും എല്ലാവരോടും നമ്മൾ പറഞ്ഞെന്താ, നമ്മളൊരു കോൺട്രിബ്യൂഷൻ ആണ് സംഭവം സത്യത്തിൽ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുമ്പോ ഓൾറെഡി വരുന്ന എൻക്വയറീസ് ഒക്കെ ക്ലോസിംഗ് ആണ്. ഒരു അഡ്മിഷൻ അല്ല, എൻക്വയറിക്ക് വന്ന് ആള് അഡ്മിഷൻ ആയിട്ടാണ് പോകുന്നത്. ഭയങ്കര ഒരു മാറ്റം സത്യത്തിൽ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും. കാരണം 20 വർഷം ഞാൻ നടത്തിയിട്ട് 2 വർഷം കൊറോണ ആയിട്ട് അടച്ചിട്ടായിരുന്നു. 18 വർഷം നടത്തിയിട്ട് നടക്കാത്ത മാറ്റങ്ങളാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എഫക്റ്റ് ആണ്, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനിയും വരാൻ ഇഷ്ടം പോലെ ഉണ്ട് സംഭവം. ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മളിപ്പോ 15 ദിവസം മുന്നേ കണ്ട ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വരാനുള്ളത് എന്നുള്ളത്. പക്ഷെ ഇപ്പൊ വരുന്നത് എന്താ വെച്ചാൽ ഭയങ്കര റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ഭയങ്കര നല്ലൊരു മാറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര എനർജറ്റിക് ആണ്. ഇതിന്റെ മുന്നേ വരെ വന്നിരുന്ന ആളുകള് അവര് ക്ലാസ് കൊടുക്കേണ്ട സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ വരെ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ അവരോട് ഈ മൊയലിന്റെയും ആമന്റെയും കഥ പറഞ്ഞു കൊടുത്തു. അപ്പോ ഇതിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാനല്ല പറയാം ഇതിന്റെ റിസൾട്ട്, റിസൾട്ട് പറയും അതിന്റെ റിസൾട്ട്. അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കി അവരിപ്പോ ഭയങ്കര ആക്റ്റീവാണ്. ഭയങ്കര ആക്റ്റീവ് പറഞ്ഞാൽ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആണ്. രാത്രി പോലും കോൾ അറ്റൻഡ് ചെയ്യാനും രാത്രി പോലും ഫോൺ വന്നാലും സാർ ഞാൻ റെഡിയാണ് സാർ, ഇതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ അവരും കൂടെ എനർജിയാണ് സ്വാഭാവികമായിട്ടും ഉള്ളത്. അപ്പൊ നമുക്ക് ഈ കിട്ടിയ എനർജി നമുക്ക് പാസ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് അതിന്റെ എഫക്ട് ഉണ്ട്. എനിക്ക് മാത്രം കിട്ടി, ഒരാള് മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇവിടെ ഒരു ടീമല്ലേ, ആ ടീമിന് എനിക്ക് കിട്ടുന്ന എനർജി പാസ് ചെയ്യുന്നു. എനിക്ക് നല്ലൊരു എനർജി കാരണം രാവിലെ വരാനും അതേപോലെ തന്നെ ഫുൾ ടൈം ഇതിനോട് ഡെഡിക്കേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി നമുക്ക് ഉണ്ട്. ഇത് നിലനിന്നാൽ ഭയങ്കര ഇതായിട്ട് പോകും. ഈ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഭയങ്കര എനർജിയാണ് ഉള്ളത്. എന്തായാലും തീർച്ചയായിട്ടും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ബിഗ് മാസീവ് ഗ്രോത്ത്. നിങ്ങൾ ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വിശ്വാസം പറഞ്ഞത് എൻക്വയറിക്ക് വന്ന ആളുകൾ പോലും ശരിയാണ് സെയിൽസ് ആൻഡ് ക്ലോസ് ആയി പോകണം. അബ്ദുൽ ഗഫൂർ സാർ അറിയുന്ന എന്നെ കൂടെ ഇല്ലേ, ആ ഒരു ആലോചിക്കുക, ആ ഒരു കോൺട്രിബ്യൂഷൻ. ബിക്കോസ് എന്താ സംഭവിക്കുന്നത്, ഇവിടെ കൂടുതൽ കോൺട്രിബ്യൂഷൻ കൂടുതൽ ജനങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ കൂടുതൽ അട്രാക്ഷൻ വരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നു, ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതാണ് ചരിത്രത്തിൽ സംഭവിക്കുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷന്റെ പിറകിൽ നിൽക്കുന്ന മറ്റൊരു ലോ, ഇവിടെ വാങ്ങിക്കാറോ എല്ലാവരും നോട്ട് ചെയ്തല്ലോ അല്ലെ? നോട്ട് ചെയ്താണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എത്ര പേര് ലോ ഓഫ് അട്രാക്ഷൻ കേട്ടവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടവര് യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ലോ ഓഫ് അട്രാക്ഷൻ യെസ് പലരും കേട്ടിട്ടുണ്ട്. യെസ് സംശയം കേട്ടിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഡോക്ടർ സംശയം കേട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, ലോ ഓഫ് വൈബ്രേഷൻ എന്ന് കേട്ടവര് വി എന്ന് ടൈപ്പ് ചെയ്യും. വൈബ്രേഷൻ എന്നുള്ളത് വി ടൈപ്പ് ചെയ്യും. ലോ ഓഫ് വൈബ്രേഷൻ വി എന്ന് ടൈപ്പ് ചെയ്യാം. വി, ജസ്റ്റ് വി, ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് വൈബ്രേഷൻ കേട്ട ആരുമില്ല, സ്വാഭാവികമാണ്. കാരണം അത്തരം ക്ലാസ്സുകൾ വളരെ കുറവാണ് കേരളത്തിൽ, ഇന്ത്യയിലേക്ക്. വാട്ട് ഇസ് വൈബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, ആത്യന്തികമായിട്ട് ഈ കോസ്മിക്കിലുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാം എനർജിയാണ്. ഞാൻ എനർജിയാണ്, നിങ്ങൾ എനർജിയാണ്, ഈ കാണുന്ന ലാപ്ടോപ്പ് എനർജിയാണ്, നിങ്ങൾക്ക് ഐ എനർജിയാണ്. എവറിത്തിങ് ഈസ് എനർജി, നമുക്കറിയാം. ആൻഡ് എനർജി ഈസ് എവറിത്തിങ്, എനർജിയാണ് എല്ലാം. അപ്പൊ ഈ എനർജി എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ എൻ്റെ അകത്തുള്ള എനർജി കമ്പാഷനേറ്റ് എനർജി ആണെങ്കിൽ, കാരുണ്യത്തിന്റെ എനർജി ആണെങ്കിൽ, ഞാനൊരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുറെ ആളുകൾ, ആരോടോ കമ്പാഷനായിട്ടുള്ള ആളുകൾ, അവരിലേക്കാണ് ഈ എനർജി വൈബ്രേറ്റ് ചെയ്ത് പോവുക. മനസ്സിലായില്ലേ? അട്രാക്ഷൻ സംഭവിക്കട്ടെ, വൈബ്രേറ്റ് ചെയ്ത് പോകുന്നു. ചാനൽ, ഡീപ്പ് ലെവൽ ചാനൽ നടക്കുന്നുണ്ടാവും. ഇതേപോലെ നിങ്ങൾ കോൺട്രിബ്യൂട്ടറായി മാറുമ്പോൾ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ എൻക്വയറി ചെയ്യാൻ വന്ന ആളിലേക്ക് എനർജി ലെവലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ നടക്കുക, ഡീപ്പർ ലെവൽ അട്രാക്ഷൻ, വൈബ്രേഷൻ നടക്കുക. എനർജിയുടെ ലോകത്താണ് ശരിക്ക് സെയിൽസും ക്ലോസിങ്ങും എല്ലാം നടക്കുന്നത്. നമ്മൾ ഈ കേവലം വർത്താനമല്ല, അത് ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ടല്ലോ, എന്റെ വാക്കുകൾക്ക് പ്രാധാന്യമില്ല. എനർജി, അതിലൂടെ കൊളുത്തി വിടുന്ന എനർജിയാണ്.
എനർജിയാണ് മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒറ്റ വാക്ക് പറഞ്ഞല്ലോ, അതാണ് വൈബ്രേഷൻ. നമുക്കറിയാം വൈബ്രേഷൻ എവിടെയുണ്ട് അവിടെ ഫ്രീക്വൻസി ഉണ്ട്. ഫ്രീക്വൻസി നമുക്കറിയാം നമ്മുടെ റേഡിയോയിലോടും ചാനലിലോടും ടി വിയിലൊക്കെ വരുന്ന ഫ്രീക്വൻസി. അപ്പൊ ഫ്രീക്വൻസി ആൻഡ് വൈബ്രേഷൻ എനർജി ലെവലിൽ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ മെന്റൽ ഷിഫ്റ്റ് സംഭവിച്ചു, ഇമോഷണൽ ഷിഫ്റ്റ് ആ 2 ദിവസത്തെ ക്ലാസ്സുകൾ സംഭവിച്ചു, എക്സ്പീരിയൻഷ്യലി മാറി, എല്ലാ അർത്ഥത്തിലും മാറി. അപ്പൊ ടോട്ടലി നിങ്ങൾ മാറിയപ്പോൾ സ്വാഭാവികമായിട്ട് വൈബ്രേഷൻ മാറി. ആ വൈബ്രേഷനെ മറ്റുള്ളവരെ അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, Moino is an international certified trainer. Moino has completed hundreds and hundreds of trainings in various topics from many top international trainers. He has obtained many international certifications. Following are a few names of his trainers: Tony Robbins, USA; Dr. John D. Martini, USA; Brian Tracy, USA; Blair Singer, USA; Mac Attram, UK; Zoltan Hrusko, USA; Marcus D. Maria, Europe; Larry Gilman, USA; Alex Mandosian, USA; Robert Riopel, Canada; Timothy Hewen, Australia; Thaddeus Lawrence, Singapore; Seen Sia, Singapore; Shiv Khera, India, and many more. He has conducted his life-changing trainings in Dubai, Sharjah, Abu Dhabi, Ajman, Alain, Doha, Qatar, and India. Moino is a motivational speaker. Moino is an enthusiastic and passionate motivational speaker. He has an extraordinary and unique power to stir the audience and motivate to achieve the goals intended in the session. He has done several motivational sessions on various topics of life on different stages with top trainers like Shiv Khera, both in Middle East and India. He has completed several intense in-house courses, trainings, and direct coaching in NLP, Neuro-Linguistic Programming, TA Psychology, CBT, REBT, Counseling, Psychotherapy, ESP, Meditation, Yoga, Pranic Healing, Theta Healing, Silva Ultra Mind System, and much more from several experiential masters both from India and abroad. He has 23 years of experience in his field. He is the founder of Success Valley, a private limited company specializing in success, abundance, happiness, and fulfillment in all areas of human life. His training is an experience, not a program. It is transformative, not informative. It is therapeutic, not theoretical. It is engaging and amusing, flavored with outstanding anecdotes, parables, stories, experiences, and jokes. Media. Moino's programs and interviews have been telecasted by many TV channels of Kerala, India, and Middle East. He has been invited as a chief guest in Sharjah International TV, a Sharjah government channel. Many newspapers like Malayalam Manorama, Madhrubhumi have reported his services to the humanity.